everyone, Namaskaram, I'm Ranjani Haridas and welcome to the final episode of season 1 of The Green Room. കോൺട്രവേഴ്സി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണം. ചിലവരെ കെട്ടിപ്പിടിച്ചില്ല, ചിലവരെ ഉമ്മ വെച്ചു. എന്നെ മാനസികമായിട്ട് തളർത്താൻ This is a rape allegation. വേടല്ലേ എനിക്കൊരു ഫോട്ടോ തരുമോ? പ്രതിഷേധം എനിക്ക് എന്റെ സത്യം എനിക്ക് എന്താണെന്ന് അറിയാം. ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഞാൻ ഓൾറെഡി ആ ബേജാറിലൊക്കെ നിൽക്കുക. അയ്യോ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളായിരുന്നു. പുലിവാലായിപ്പോയി. ഐ കൻ ഓൺലി ഹിയർ യുവർ വേർഷൻ. ഞാൻ മമ്മൂട്ടിക്ക് ഒരു ഉമ്മ പ്രകൃതി മരണീയതല്ലടാ. സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് തെറ്റിദ്ധരിക്കപ്പെടല് എന്ന് പറയുന്നത്. ഈ ബ്ലേഡ് എന്ന് പറഞ്ഞ കത്തീനെ കേട്ടോ. കോൺട്രവേഴ്സീസ് ദാറ്റ് യു ബീൻ. ഞാൻ ചിലപ്പോ ട്രാൻസിലൊക്കെ പോകാറ്. വലിയ അപകടം പറ്റുന്ന അലിഗേഷൻസ് ഉണ്ട്. സന്തോഷത്തിന്റെ പാട്ടാണ് ഇത്. റെവല്യൂഷൻ ഇറ്റ്സ് ഇൻ മൈ ബ്ലഡ്. I know, right? അത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ 12 എപ്പിസോഡ്സ് തീർന്നത്. നിങ്ങൾക്കത് പെട്ടെന്നായിട്ട് തോന്നും, എനിക്കത് പ്രത്യേകിച്ച് പെട്ടെന്നായി തോന്നിയില്ല. ഇറ്റ് വാസ് ക്വൈറ്റ് എ ജേർണി ഫോർ മീ ബിക്കോസ് ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു സംരംഭമാണ് ഗ്രീൻ റൂമായിട്ട് ഞാൻ തുടക്കം കുറിച്ചത്, ഒരു ഇൻ്റർവ്യൂ ഫോമാറ്റ്. ഇന്ന് ഈ 12ാമത്തെ എപ്പിസോഡിൽ ഗസ്റ്റിൻ്റെ കൂടെ ഞാൻ സംസാരിക്കാനിരിക്കുമ്പോൾ ഐ ജസ്റ്റ് ലുക്ക് ബാക്ക് ആൻഡ് തിങ്ക് അബൌട്ട് ദിസ് അമേസിംഗ് ജേർണി ദറ്റ് ഐവ് ഹാഡ്. ഇറ്റ്സ് ബിൻ റിഫ്ലെക്റ്റീവ്, എഡ്യൂക്കേറ്റീവ്, എനിക്ക് തന്നെ ഇൻഫർമേറ്റീവ് ആൻഡ് എ ഗ്രേറ്റ് ലേണിംഗ് കർവ്. സോ താങ്ക് യു സോ മച്ച് ഇത്രയും നാളും നമ്മുടെ കൂടെ ഈ ഒരു ഷോ കണ്ടതിൽ. ആൻഡ് ഇനി മുന്നോട്ടും ഹോപ്പ്ഫുള്ളി ഐ ബി ബാക്ക് ആൻഡ് ഐ ഹോപ്പ് യുവർ സപ്പോർട്ട് വിൽ ബി ദെയർ. വിച്ച് ബ്രിങ്സ് മീ ടു മൈ ഫൈനൽ ഗസ്റ്റ് ടുഡേ. ആരായിരിക്കണം എൻ്റെ ഫൈനൽ ഗസ്റ്റ് എന്ന് കുറേ ആലോചിച്ചു. ഓക്കെ, ദർ വാസ് എ ബിറ്റ് ഓഫ് തോട്ട് പുട്ട് ഇൻ ടു ഇറ്റ്. എനിക്ക് മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയണത് ഇപ്പോഴത്തെ ഈ ഒരു കാലത്തെ ഒരു ശബ്ദമായിരിക്കണം. But today, I want to celebrate somebody who has been the voice of the voiceless. പ്രതിഷേധ വേദികളിൽ നിന്നും സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഹാസ് ട്രൂലി been a revolution. It has been a protest. കാസ്റ്റിനെ കുറിച്ചാണെങ്കിലും ക്ലാസിനെ കുറിച്ചാണെങ്കിലും മനുഷ്യരെ കുറിച്ചാണെങ്കിലും എന്തിനെക്കുറിച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരെ ഒലച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ഐ സ്പീക്ക് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദിസ് അമേസിങ് മ്യൂസിഷ്യൻസ് ആർട്ട്. അദ്ദേഹത്തിൻ്റെ വരികൾ ദേ ആർ എക്സ്ട്രീംലി ഇമ്പാക്റ്റ്ഫുൾ ആൻഡ് ഹാസ് ഡെഫിനറ്റ്ലി ക്രിയേറ്റഡ് എക്സാംപ്ലറി ചേഞ്ച്. ഒരു പക്ഷേ അതൊക്കെ കൊണ്ടാവാം ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യനായ റാപ്പറായ ഇദ്ദേഹം ജസ്റ്റ് നൗ ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ആ ഒരു മേഖലയിൽ നിന്നും ഒരു സ്റ്റേറ്റ് അവാർഡ് ജേതാവായി മാറുന്നത്. യു ഡെഫിനറ്റ്ലി നോ ഹു ഐ എം ടോക്കിംഗ് അബൌട്ട്. എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിൻ്റെ ടൂപാക് ഷാക്കൂർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബോബ് മാളി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാം. പക്ഷേ ഐ തിങ്ക് ഹി ഹാസ് മെയ്ഡ് എ നെയിം ഫോർ ഹിംസെൽഫ്. അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിനൊരു ഐഡൻറ്റിറ്റി കാവ് ചെയ്തെടുത്തിട്ടുണ്ട് ആസ് എ ഫാൻറ്റാസ്റ്റിക് ലിറിസിസ്റ്റ്, എ ഗ്രേറ്റ് സിംഗർ, എ ഫാബുലസ് റാപ്പർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എ ഫേസ് ഓഫ് ചേഞ്ച്, എ ഫേസ് ഓഫ് പ്രൊട്ടസ്റ്റ് ആൻഡ് എ ഫേസ് ഓഫ് റെവല്യൂഷൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എൻ്റെ ഗ്രീൻ റൂമിലെ അവസാനത്തെ ഗസ്റ്റ് ആയിരുന്നത് മറ്റാരുമല്ല, ദ സ്റ്റേറ്റ് അവാർഡ് വിന്നർ വേടൻ. വെൽക്കം ടു ദ ഗ്രീൻ റൂം. ഐ എം സോ ഹാപ്പി മോനെ. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി മലയാളത്തിൽ ഡെഫിനറ്റ്ലി ആദ്യമായി ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്, അതും ഒരു വിപ്ലവകാരിയായ റാപ്പ് ആർട്ടിസ്റ്റിന് ഒരു സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച 2 ദിവസം ശേഷമാണ്. എന്ത് തോന്നുന്നു? ഇന്നലെ ആയിരുന്നു അല്ലേ? നോട്ട് ഈവൻ 2 ദിവസം, ഒരു ദിവസം. ഹൗ വാസ് ദാറ്റ് ഫീലിംഗ്? ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത്. അപ്പൊ അത് ഞങ്ങളെപ്പോലുള്ള ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്ക് കൂടുതൽ ട്രാക്കുകൾ എഴുതാൻ ഒരു ഇൻസ്പിറേഷൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പരിപാടി ഉഷാറായിരുന്നു. ഞങ്ങൾ ആക്ച്വലി കുറേ വീഡിയോസും ക്ലിപ്സും ഒക്കെ കണ്ടു. അച്ഛനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി മോൻ പറയുന്നത് ആദ്യമായിട്ടാണ് അച്ഛൻ വരുന്നത് ഇങ്ങനെ കുട്ടപ്പനായിട്ടൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കുമല്ലോ കാണുന്നത്. അതെ. എന്താ അപ്പൻ എന്താ പറഞ്ഞേ?
എനിക്കറിയില്ല. പുള്ളിക്കാരൻ അപ്പൊ തന്നെ തൃശ്ശൂർക്ക് പോണല്ലോ അവിടെ നിന്ന്. ആ. അപ്പൊ പുള്ളിക്കാരൻ രാത്രി തന്നെ പോയി. ആ. എന്നിട്ട് കാലത്ത് അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തിലാണ്, ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആള് ഭയങ്കര ഇച്ചിരി ഇച്ചിരി അസൂയ, മറ്റേ ഇച്ചിരി അഹങ്കാരത്തിലാണ് ആള്. ഞാൻ മമ്മൂട്ടിനെയൊക്കെ നേരിട്ട് അതെ കണ്ടല്ലോ. അതെ അതെ അതെ. അതിനിടയിൽ മമ്മൂട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഞാൻ കേട്ടു. ഞാൻ മമ്മൂട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തു. മമ്മൂട്ടി അറിഞ്ഞോ? വീഡിയോ വന്നിട്ടുണ്ട്. പക്ഷെ അതാ. വീഡിയോ വന്നിട്ടുണ്ട്. ആ, ആ, നെഞ്ചത്തൊരുമ. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ വികാരം. ആ വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഇത്ര വയസ്സായിട്ട് ഭയങ്കര ഒരു ഹാൻസം മാൻ അവിടെ ഇങ്ങനെ എന്താ നിൽക്കല്ലേ അല്ലേ? ആ സ്റ്റേജില്. വെറുതെ ആ സ്റ്റേജില് പുള്ളിക്കാരന്റെ പ്രസൻസ് ഉണ്ടല്ലോ, എനിക്ക് വികാരം മറ്റേ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ച്. ടു ക്യൂട്ട്. പക്ഷേ നമ്മളിങ്ങനെ ഞങ്ങൾ നേരത്തെ സംസാരിക്കുമായിരുന്നു, അത് ചിലവരെ കെട്ടിപ്പിടിച്ചില്ല, ചിലവരെ ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്ത് ചെയ്താലും നിന്റെ ചുറ്റും പ്രശ്നമാണല്ലോ വേടാ. അത് ഈ സോഷ്യൽ മീഡിയ പോരാളികളുടെ പ്രശ്നമാണ്. ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പുള്ളിക്കാരന് ഞാൻ കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ്. നീ മനഃപൂർവ്വം കൈ കൊടുത്തില്ല അല്ലേ? നമ്മൾ ശ്രദ്ധിക്കില്ലേ ചേച്ചി, കുറെ ആൾക്കാർ നിക്കല്ലേ, നമ്മൾ ഓൾറെഡി ആ ടെൻഷനിലാവും. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വേദിയിൽ വരുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഒരുപാട് MLA-മാരും മന്ത്രിമാരും ഒക്കെയുള്ള സ്റ്റേജാണ്. മമ്മൂട്ടി സാറുണ്ട് അവിടെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ. അപ്പൊ അവരുടെ നടുവിലല്ലേ നമ്മൾ പോണത്. അപ്പൊ ഞാൻ ഓൾറെഡി ആ ബേജാറിൽ ഇങ്ങനെ നിൽക്കുക. അയ്യോ, നമ്മുടെ ഒരു ആക്ഷൻ പോലും ആർക്കും ഒരു മനസ്സിലായില്ല. വേദന വരരുത്. അങ്ങനത്തെ ഒരു സാധനത്തിന് നിക്കണ ഞാൻ. അതിന്റെ ഇടയിൽ മറന്നുപോയതാണ് ചേച്ചിയത്. അത് പുലിവാലായി പോയത്. അത് തന്നെ, അത് കുഴപ്പമില്ല. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അത് എല്ലാവരും അറിഞ്ഞോളും. ഞാൻ എപ്പോഴും വീഡിയോയിൽ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഐ എം ആക്ച്വലി വെരി ഹാപ്പി. യു നോ വൈ? ഇതൊരു 12 എപ്പിസോഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു ഫോമാറ്റാണ്. 12 എപ്പിസോഡിൽ ഞാൻ ആദ്യത്തെ സീസൺ നിർത്തുന്നു. ബിക്കോസ് ചേച്ചിക്ക് വയ്യാതായി. ചേച്ചി എല്ലാവരുടെയും പുറകെ നടന്ന് സത്യം പറയട്ടെ, എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണോ? പക്ഷെ എനിക്ക് ആഗ്രഹമുള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവരണം എന്നത് കൊണ്ട് ഞാൻ കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഷോ തുടങ്ങിയത് ആരെ വെച്ചാന്നറിയാവോ? ഇല്ല, ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി ആയിരുന്നല്ലേ? അവസാനിപ്പിക്കുന്ന ആരെ വെച്ചാന്നറിയാവോ? വേടൻ. അതിലൊരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ എന്റെ അമ്മയെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ. ഞാനാണെങ്കിൽ ഇപ്പൊ കണ്ടോളൂ ചിത്ര ചേച്ചിനെ. അതെ. ഞാൻ ചെന്നൈ എയർപോർട്ടിൽ റാൻഡംലി ഇങ്ങനെ പോവാ. അപ്പൊ ഒരു ഞാൻ ഫോട്ടോ ഇട്ടിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടു. എടുത്തിരുന്നു. അപ്പൊ ഞാനാണ് ഈ പൂച്ചക്കുട്ടീനെ വരെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചിത്ര ചേച്ചിനെ വിളിക്കുന്ന പേരെന്താന്നറിയാവോ? പൂച്ച ചേച്ചി. ആണോ? എനിക്ക് ഏറ്റവും സന്തോഷമായത് എന്താണെന്നറിയോ? പുള്ളിക്കാർക്ക് എന്നെ അറിയാം. ഏത് ഞാനവിടെ എയർപോർട്ടിൽ വരിക, ഞാൻ വരും, അമ്മ നമസ്കാരം ഉണ്ട്, ഞാൻ വേടനാണ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞാനത് പറഞ്ഞ് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ പുള്ളിക്കാരി നീ വേടനല്ലേ, എനിക്കൊരു ഫോട്ടോ തരുമോ? ഇത് ഞാൻ അങ്ങോട്ട് ഫോട്ടോ ചോദിക്കാൻ പോവാണേ, ഞാനും വിജിയും. അപ്പൊ ഞാൻ ശരിക്കും മറ്റേ പൂച്ചക്കുട്ടിയെ വരും, ഞാൻ അടുത്ത് ഇങ്ങനെ വന്നിരുന്നു, വിജി ഒരു ഫോട്ടോ എടുത്തു. ഞാൻ അപ്പൊ തന്നെ അതൊരു പോസ്റ്റ് ഇട്ടു, കണ്ണാളനെ ആ പാട്ടും വെച്ചിട്ട്. ഏത് അതാണ് ജീവിതം അല്ലേ? നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, സ്വന്തം കഴിവിനാൽ നീ നേടിയെടുക്കുമ്പോൾ, ഉള്ളിൽ ഇപ്പം പുറകിലേക്ക് വേടം നോക്കുമ്പം യുനോ നമ്മളുടെ ഒരു തുടക്കം മുതൽ ഇന്ന് വരെ ഒരു ജേണി ഉണ്ടല്ലോ. ഇപ്പം വേടനായിട്ടാണ് എല്ലാവരും അറിയുന്നത്, പക്ഷെ ജനിച്ചപ്പം ഹിരൺദാസ്. ഇട്ട പേര് ഹിരൺദാസ് മുരളി. എന്ത് തോന്നുന്നു ഹിരൺദാസിന്? ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഒരു യാത്രയായിരുന്നു അത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ് ചേച്ചി. ഒന്നാമത്തെ കാര്യം, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആവുക, സംസ്ഥാന അവാർഡ് കിട്ടി നിൽക്കുന്ന ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സക്സസ്ഫുൾ ആണ്. എനിക്ക് അതേസമയം ഞാനൊരു ആർട്ടിസ്റ്റ് എന്നതിലുപരി എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലും കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അത് ഞാൻ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എനിക്കൊരു റെക്കോർഡ് ലേബൽ ഉണ്ട്, കറുപ്പ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കറുപ്പ് റെക്കോർഡ്സിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, ഞാൻ വരുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഉള്ളൊരു സാധനമാണ്. അപ്പൊ ഇത് രണ്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിൽ. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ജയിക്കാനും പറ്റുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അതിന് എന്നെ ഹെൽപ്പ് ചെയ്യണതും ഒരുപാട് ആൾക്കാരാണ്. അപ്പൊ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഒരു ഗ്യാങ് ഉണ്ട് കൂടെ. ഈ ഗ്യാങ്ങിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയണം. എപ്പോഴും പറയുന്നുണ്ട് എന്റെ കൂടെയുള്ള ആൾക്കാർ, എന്റെ കൂടെയുള്ള ആൾക്കാർ. ഇവർക്ക് കുറച്ച് പേരൊക്കെ തരും ഞങ്ങൾക്ക്. ആരൊക്കെയാണ് ഈ കൂടെയുള്ള ആൾക്കാർ? വിജി ഉണ്ട് ഇപ്പൊ വിജിനെ ഞങ്ങൾ കണ്ടു. നമ്മുടെ കൂടെ. അതെ, വിക്കി. വിക്കിയാണ് എന്റെ മാനേജർ. അതെ, ഈ രണ്ടുപേരെ എനിക്കറിയാം. പിന്നെ ഹൃദിക് ശശികുമാർ, അഖിൽ രാമചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു പിള്ളേരുണ്ട് ചേച്ചി. ഒരു ഫുൾ സെറ്റ് ആണ്. ഫുൾ സെറ്റ് ആണ്. എന്താണ് നിങ്ങളുടെ മെയിൻ പരിപാടി? ടെക്നീഷ്യന്മാരാണ് കൂടുതലുള്ളത്. ഇപ്പൊ ഹൃദിക് ഒക്കെ ടെക്നീഷ്യനാണ്, ക്യാമറാമാൻ ആണ്. വിക്കിയൊക്കെ ആക്ച്വലി ഡയറക്ടർ ആവാൻ ആഗ്രഹം കൊണ്ട് കൊച്ചിയിൽ വന്ന്
അതിന്റെ വഴിയില് എല്ലാവരും സിനിമ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകമാണ് ചുറ്റും. തീർച്ചയായിട്ടും. അപ്പൊ അത് അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു എനർജിയും സപ്പോർട്ടും ഉണ്ടല്ലോ. അപ്പൊ അതാണ് എന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഈ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയത് അപ്പോൾ ഏത് പ്രായത്തിലാണ്? ഒരു കൊച്ചായിരിക്കുമ്പോ കൊച്ചു മീൻസ് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് സമയത്തൊക്കെ എന്തൊക്കെയോ എഴുതും വെറുതെ. പക്ഷെ അതിങ്ങനെ അതൊരാൾ അഡ്രസ് ചെയ്തിട്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് നമുക്കൊരു വിശ്വാസം തരൂലേ. മോനെ ഇത് കൊള്ളാതെ നിനക്ക് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ +1 പഠിക്കുമ്പോ എന്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു, ജീജ എന്ന് പറഞ്ഞ മിസ്. ഞാൻ ബയോളജി സയൻസ് ആണ് എടുത്തത്. നമുക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല ചേച്ചി അത് പഠിക്കാനുള്ളത്. നമുക്ക് മാത്സ് ഒക്കെ പേടിയാവും എനിക്ക് എനിക്ക് ആകെ സുവോളജി എന്ന് പറഞ്ഞിട്ടൊരു മൃഗങ്ങളുടെ എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞാൻ മലയാളം എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോ പുള്ളിക്കാരി എന്റെ ക്ലാസ് ടീച്ചർ ഫിസിക്സ് ടീച്ചറാണ്. എനിക്കും ഇഷ്ടമായിട്ട് നടപടിയാണ് കേസിൽ. പക്ഷെ പുള്ളിക്കാരിക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി, ഇത് ഈ ചെക്കൻ വേറൊരു സാധനമാണ്. പുള്ളിക്കാരി അന്ന് പറയുകയും ചെയ്യും, നിങ്ങളൊക്കെ ഇവിടെ പഠിച്ചിരുന്നു, നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറയും. പുള്ളിക്കാരി പറഞ്ഞത് നടന്നില്ല. ഇപ്പൊ ഞാൻ കണ്ടു, 2 ആഴ്ച മുന്നേ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. കലോത്സവം നടന്നല്ലോ. ജിജ മിസ്സിന്റെ മോള് ആർട്ടിസ്റ്റാ, അപ്പൊ പാട്ടുകാരിയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിലേക്ക് കാണാൻ വന്നിരുന്നു. ആലോചിക്കുക, നമ്മൾ പണ്ട് പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച പ്രിൻസിപ്പാളും ക്ലാസ് ടീച്ചറും കൂടി എന്നെ വീട്ടിലേക്ക് സന്തോഷല്ലേ. എന്റെ പ്രിൻസിപ്പാള് പുള്ളിക്കാരി മറ്റേ ആനന്ദാശ്രു പൊഴിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. കാലം പോയൊരു പോക്കേ. അവര് പക്ഷെ അന്ന് അവർക്ക് നമ്മളെ ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളെ. അവര് എങ്ങനെയെങ്കിലും ഈ ചെക്കൻ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഒരാളാണ് ജിജ മിസ്. അപ്പൊ അവര് വിചാരിച്ചത് കൂടി നടക്കുകയാണ്. അപ്പൊ ആ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സ് ഒക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാവും. ഹാപ്പിയാണ്. അപ്പം ഈ പ്രതിഷേധം, വിപ്ലവം, യുനോ ആ സംഭവം ഒക്കെ ഉള്ളില് എപ്പോഴാണ് അതിന്റെ ഒരു ജനനം? അതോ ചെറുപ്പത്തിലേ ഐ റിയലി വോണ്ട് ടു നോ. അങ്ങനത്തെ ഒരു റിഫ്ലെക്റ്റീവ് ആയിട്ടുള്ള ഒരു നാരറ്റീവ് എങ്ങനെയാണ് ഹിരൺദാസിനുള്ളിൽ ഉണർന്നത്? അബദ്ധത്തിൽ വായന തുടങ്ങിയ ഒരാളാണ്. ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കാം അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോഡൽ ബോയ്സില് തൃശ്ശൂരാണ് മറ്റേ ഈ സാംസ്കാരിക കേന്ദ്രമാണല്ലോ. ഒരു സമയത്ത് ഒരുപാട് ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാര്, റൈറ്റേഴ്സ് ഒക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി റാൻഡംലി. ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് നാച്ചുറലി ഉള്ള കുറെ സംശയങ്ങൾക്ക് ഉത്തരം അവരുടെ കയ്യിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ ഭയങ്കര റീഡേഴ്സാ. അപ്പൊ പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള സ്ഥലത്തേക്ക് പുറത്തൊക്കെ ഇരുന്നിട്ട് ഒരാൾ പുസ്തകം വായിക്കണ ഞാൻ കളിയാക്കുകയൊക്കെ ചെയ്യും ആൾക്കാർ, മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഏരിയയില് പ്രത്യേകിച്ച് നമ്മുടെ ചേച്ചി. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കാണുക ഇതിനകത്തൊക്കെ. അപ്പൊ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇവർക്ക് എനിക്ക് നാച്ചുറൽ ആയിട്ട് വന്ന ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരങ്ങളുള്ള ആൾക്കാരാ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വായനയിൽ എന്തോ ഉണ്ട്. ഈ പുസ്തകം എന്ന് പറയുന്ന സാധനം എന്തോ ഒരു സാധനമാണ്, അതിലെന്തോ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ റാൻഡംലി വായിക്കാനൊക്കെ തുടങ്ങിയത്. അത് വായനയാണ് എന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാനും ഞാൻ ആരാണെന്നുള്ള സാധനം മനസ്സിലാക്കാനൊക്കെ എന്നെ സഹായിച്ചത്, എസ്പെഷ്യലി ബാബാ സാഹിബ്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആർട്ടിസ്റ്റ്, സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കണേ. ഹി ഓൺലി നീഡ്സ് മണി. അപ്പൊ ഞങ്ങൾക്ക് അതിലല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റണം എന്നുള്ള ചെറിയ ആഗ്രഹമാണ്. പക്ഷെ അത് കാരണം ചെറിയ ആഗ്രഹമാണ്, അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ചേച്ചിക്ക് തന്നെ അറിയാലോ ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ. എനിക്കല്ല, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പക്ഷെ അതും ഭയങ്കര ഫണ്ണാ, ലൈഫ് ഫണ്ണാ ചേച്ചി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എന്നിട്ട് പാട്ടില് ഈ ഫണ്ണ് അല്ല, പാട്ടിൽ കാണുന്ന ഫുൾ ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് മോൻ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? ഇപ്പം കാസ്റ്റ് ആണെങ്കിലും കളർ ആണെങ്കിലും ഒപ്രഷൻ ആണെങ്കിലും സപ്രഷൻ ആണെങ്കിലും പ്രേമം വരെ ലാവയാണ്. എല്ലാം ഒരു അതിനൊരു അഗ്രഷൻ ഉണ്ട്, ഒരു സങ്കടമുണ്ട്, ഒരു റെവല്യൂഷൻ ഉണ്ട്, ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു ഇമോഷൻ അത് ഞാൻ ക്യാപ്ചർ ചെയ്ത് കണ്ടിട്ടില്ല. സന്തോഷം പോലും കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ചേച്ചി പറയട്ടെ,
ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ ജയിച്ചല്ലേ, ഉം. നിന്നെ ഹാപ്പി ആയി നീ ഒരു പാട്ട് പാടിയാൽ നീ ഏത് പാട്ട് പാടും? എനിക്ക് തോന്നുന്നു കുതന്ത്രം ഒരു നിന്റെ അതിനകത്തൊരു കൂട്ടത്തിൽ ഏറ്റവും ഹാപ്പി പാട്ടാണ് കുതന്ത്രം. ആണ്. പക്ഷെ അതും നല്ല വിപ്ലവകാര്യമായ ഒരു ഇല്ല, അതിനകത്ത് എന്താണെന്ന് അറിയോ, ഈ വർക്കിംഗ് ക്ലാസ് ജനങ്ങളുടെ ലൈഫാണല്ലോ ആ പാട്ടൊക്കെ. അതെ കൊച്ചുമക്കള് പാടുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ചേച്ചി, അതെ അത് ഭയങ്കര ബ്ലെസ്സിങ്ങാ. എനിക്കറിയില്ല അത് അവർ എത്രത്തോളം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് അത് പാടുന്നത്. പക്ഷെ കൊച്ചുമക്കളുടെ ഉള്ളിലേക്കും കാരണന്മാരുണ്ടല്ലോ, പണിക്കൊക്കെ പോണ അതെ. അമ്മമാര്, അവർക്കും നമ്മുടെ പാട്ട് പാടാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പൊ അതില് കുതന്ത്രം ജയിച്ചിട്ടുണ്ട്. ആ. അത് കുതന്ത്രവും കടലമ്മ എന്ന് പറഞ്ഞ പാട്ടും അത് നല്ലതാ. അതില് ജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആരെല്ലാം വിശ്വസിക്കുന്നു. മനക്കുന്ന ആണ്. ഒരെണ്ണം. നമുക്ക് ആ പാട്ടും ഭയങ്കര എന്റെ നമുക്കൊരു 2 വരി ഏതെങ്കിലും. കടലമ്മ പാടിയാലോ? ആ കാറ്റിലലയും കെട്ടും മരക്കാരേ വലക്കാരേ കടൽക്കാരേ, കടല് നീരിനുപ്പിൽ പിറന്നോരേ, വിശപ്പറിയാതെ അലഞ്ഞോരേ, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. സന്തോഷത്തിന്റെ പാട്ടാണ് ഇത്. അതിനകത്ത് ആ, ആ പാട്ടിനകത്തെ ആ, അഞ്ചുതെങ്ങിലാണ് അത് പടമ ആ. ഉണ്ടാവണത്. അതിനകത്ത് ഇങ്ങനെ ഒരു വരിയുണ്ട്, പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ, ഈ വള്ളം മണയുമോ ഉറപ്പില്ലല്ലോ. എന്നെ അതിനെ സഹായിച്ചതേ അവിടുത്തെ അമ്മമാരുടെ ഒരു കഥയാ. ഉം. കാരണം ഇവര് വർഷത്തിലൊരിക്കലെങ്കിലും അത് നടക്കുന്നതാണ് പറയുന്നത്. ഇവര് മത്സ്യബന്ധനത്തിന് പോണ ആൾക്കാർ ചിലർ തിരിച്ചു തിരിച്ചു വരില്ല. വരില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴി എടുക്കും, ബോഡി ഇല്ലാതെ കുഴി മൂടിയിട്ട് കല്ലിൽ എഴുതി വെക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തത്. കാരണം കല്ലറ എന്ന് പറഞ്ഞ ഒരു പരിപാടി, ഓക്കെ ഇന്ന ആള് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആള് മരിച്ചുപോയ ആള് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ വർഷം അവിടെ പോവുക. ഇത് അതുപോലെയല്ലേ. അപ്പൊ അത് എനിക്കത് എങ്ങനെയെങ്കിലൊക്കെ എഴുതണം എന്ന് തോന്നി. അത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. താൻ നന്നായിട്ട് എഴുതുന്ന ഒരാളാണോ? താൻ ഡൗട്ടൊന്നും അടിക്കണ്ട. സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിരിക്കുന്നു. അത് വേടന്റെ എഴുത്തിന്റെ ബലത്തിലും പാട്ടിന്റെ ബലത്തിലും തന്നെയാണ്. അല്ലെങ്കിൽ സത്യം, നമ്മളെല്ലാവരുടെയും എല്ലാ വ്യക്തികളുടെയും ബാക്ക്ഗ്രൗണ്ട് വളരെ വേറെയാണ്. മോൻ്റെയും വളരെ വേറെയാണ്. ആ ഒരു വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ സ്ട്രഗിൾ ചെയ്ത് ഇപ്പം കേരളം മാത്രമല്ല അറിയുന്നത്. ആൻഡ് അറിയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ മ്യൂസിക്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ അത് ലിറിക്സ്. ഭയങ്കര അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടോ, തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര സ്വീകാര്യതയായി പോയല്ലോ. അതെ അത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ, എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് എല്ലാം ഉള്ള ഒരു ഭാഷയാണെന്ന് അത്. അപ്പൊ അവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിലേക്കും എനിക്ക് ആക്സസ് ചെയ്യാൻ എൻ്റെ സംഗീതം അവിടെ എത്തി എന്ന് പറയുമ്പോഴേ, ചെന്നൈയില് കൊച്ചിയില് നടക്കുന്ന വരെ ചേച്ചി ആണോ? ഒന്ന് ആലോചിച്ചു, ശരിക്കും നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റില്ല. Oh my അപ്പൊ ഞാൻ God. എത്ര സന്തോഷമാവുന്നത് എനിക്കൊന്ന് ആലോചിച്ച് മനസ്സിലാവുന്നുണ്ട്. നമ്മള് I know. ഒരു ഭാഷയില് പാട്ട് ചെയ്യുന്ന ഒരാളാ. നമുക്ക് ചെന്നൈ പോലുള്ള ഒരു സിറ്റിയിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഞാൻ പക്ഷെ Blessed. ഭയങ്കര ഹാപ്പി. പിന്നെ തീർച്ചയായിട്ടും So blessed. ഉം. എനിക്കൊരു കാര്യം ചോദിക്കണ്ടായിരുന്നു. ഞാൻ കുറെ നോക്കി കിട്ടിയില്ല. അമ്മയുടെ പേരെന്താ? ചിത്ര റാണി എന്നാണ് ശരിക്ക് ശ്രീലങ്കൻ നെയിം. ആ. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇങ്ങോട്ട് വന്നപ്പോ ചിത്രയായി. ചിത്ര എന്ന് ചിത്രയും പേര് മുരളിയും. ചിത്രയും മുരളി. ചേട്ടൻ ചേട്ടൻ ഹരിദാസ് ഹരിദാസ് എന്നാണ് ചേട്ടന്റെ പേര്. അനിയത്തിയുടെ പേര് ഹരിത. ഓക്കെ, ആ, അതാണ് കുടുംബം. ഹരിദാസ്, ഹിരൺദാസ്, ഹരിത. ഹരിത ഭയങ്കര പേരൊക്കെയാ. അല്ല, ആണ്. ഹരിദാസ് നല്ല പേരാണ്. ഹരിദാസ് അടിപൊളി പേരാ. ചിത്രയും കൊള്ളാം, എല്ലാം ആ. കൊള്ളാം. എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബുദ്ധനും ബുദ്ധൻ സുഖമായിട്ടിരിക്കുന്നു. ബുദ്ധൻ സുഖമായിട്ടിരിക്കുന്നു. ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളായിരുന്നോ വേടൻ? എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ പോകാൻ കുറച്ച് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ, അതോ ഭയങ്കര സോഷ്യൽ ആയിട്ട് ഒരാളായിരുന്നോ? എനിക്ക് ചിലപ്പം കാണുന്നത് അങ്ങനെയാണെന്ന് മ്യൂസിക് ഇങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലിൽ ദേ ആർ വെരി വെരി ഗുഡ്. എനിക്ക് വർക്ക് ചെയ്യാൻ ഒറ്റപ്പെടല് അത്യാവശ്യമാണ്, വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സോഷ്യൽ എന്താ ചെയ്യുക? വാട്ട് ഡസ് വേടൻ ഡു ഫോർ ഫൺ? പാട്ടല്ലാതെ കുറെ ഉണ്ട്, പാട്ട് എഴുത്തൊക്കെ ദാറ്റ്സ് ഹാപ്പനിങ് ഓൺ വൺ സൈഡ്. പിള്ളേരുടെ കൂടെ സൺസെറ്റ്, സൺറൈസ്, സൺസെറ്റ്, അതെനിക്കറിയാം. സൺറൈസ്, കുളത്തിൽ കുളിക്കാൻ പോക്ക്, ബുദ്ധനുണ്ട് അവനെ കൊണ്ട് നടക്കാൻ പോക്ക്, അതൊക്കെ തന്നെയാണ് ചേച്ചി. അതൊക്കെ തന്നെയാണ്. തൃശ്ശൂരാണെങ്കിൽ ഡെയിലി ഫണ്ണാണ് ലൈഫ്. കാരണം വൈകുന്നേരങ്ങളിൽ നമ്മൾ എങ്ങനെയും കാപ്പി കുടിക്കാനൊക്കെ പോകും. ഇഷ്ടംമാതിരി ഡാമുകളും മറ്റേ ലൈക്ക് വാട്ടർ ബോഡീസ് ഒക്കെ ഒരുപാടുണ്ട് അവിടെ. പിന്നെ നമ്മുടെ ജനങ്ങളെ കാണുകയല്ലേ എല്ലാ ദിവസവും, ഇങ്ങനെ ആൾക്കാരെ പോയി കാണുക.
കുറെ അമ്മമാരുണ്ട്, അവരെയൊക്കെ പോയി കാണുക, അവരുടെ നിന്നൊക്കെ സ്നേഹം വാങ്ങുക. ലൈഫ് ലൈഫ് ഹാപ്പി. വേടിനെ സ്വന്തമായി നീ വരുത്തുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് എല്ലാവരെയും കുറിച്ച് അറിയണം. ഐ തിങ്ക് എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ ഞാനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം മോൻ്റെ ഏറ്റവും നല്ല കുറച്ച് ഗുണങ്ങൾ എന്താണ്? അയ്യോ അല്ലല്ല, നമുക്ക് സ്വന്തമായിട്ടുള്ള ഗുണങ്ങൾ അറിയണം. ഞാൻ സമ്മതിക്കില്ല അറിയില്ല എന്ന് പറഞ്ഞാ. അല്ല, എനിക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ആ. ഞാൻ പെട്ടെന്ന് ഫ്രണ്ട് ആവും. ഓക്കെ. അത് ചില സമയത്ത് പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പരമാവധി ഒരാളെ വെറുപ്പിക്കാതിരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഉം. ചില ഇടങ്ങളിലൊക്കെ പാളിപ്പോവും, പക്ഷെ അതെനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലതാണ്. പിന്നെന്താ, ഞാൻ ആർട്ടിസ്റ്റുകളെ കേൾക്കും, ഉം. പുതിയ ആർട്ടിസ്റ്റുകളെ കേൾക്കും ഞാൻ. വേറെ അങ്ങനെ ആൾക്കാർ കുറവാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. ഏത് പുതിയ ആർട്ടിസ്റ്റ് വന്നാലും ഞാൻ അവരെ കേൾക്കും. ആർട്ടിസ്റ്റ് പറയുമ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലാണോ? ഏത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഞാനിപ്പോ ഇൻഡിപെൻഡന്റ്? നിൽക്കുന്ന മേഖലയിൽ, ഓക്കെ. എല്ലാ മേഖലയിലും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പണിയെടുക്കുന്ന മേഖല ഇതാണല്ലോ. അങ്ങനെ പുതിയ മ്യൂസിക് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ത്വരയെന്നാണ് അത്. അപ്പൊ ആ ഒരു ഇതുണ്ട്, ഒരു ഇതുണ്ട്, ഒരു പിന്നെ എന്തിനാണ് ഞാൻ ഏറ്റവും നല്ലത്? ഷോ പിന്നെ എന്തിനാണ് വിജയ് ഞാൻ കാരംസ് കളിക്കുന്ന ഞാൻ ചെസ് കളിക്കോ? ഇല്ലേ ചേച്ചി, ചെസ്സും എന്റെ ജീവിതം ഒരേപോലെ. എനിക്ക് അറിയില്ല അത് വെച്ച് എന്താ ചെയ്യേണ്ടത്. പക്ഷെ കളിച്ചാൽ അറിയാമെങ്കിൽ ജയിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. ചെസ് പഠിക്കണം പതുക്കെ. ചെസ് ഭയങ്കര ബുദ്ധി വളർച്ചയ്ക്ക് നല്ലതാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ എല്ലാ വീട്ടിലും ഒരു ചെസ് ബോർഡും കുറച്ച് ആൾക്കാരും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇത് നമുക്ക് ആഫ്രിക്ക. കൊള്ളാം, ഇതിന്റെ ഒരു ആസ്തറ്റിക്സ് ആണ്. ഇറ്റ്സ് വെരി കൂൾ. ഇറ്റ്സ് വെരി കളിക്കാനും തോന്നും. കുറച്ച് ആക്ച്വൽ റിയൽ ലൈഫ് ആൾക്കാരെ പോലെയൊക്കെ നമുക്ക് തോന്നും. പഴയ ഹാരി പോട്ടറില് സിനിമകൾ കാണോ? മോശമില്ലാത്ത. ഇപ്പൊ സമയം കിട്ടാറില്ല കുറച്ച്. പണ്ടൊക്കെ എങ്ങനത്തെ സിനിമയായിരുന്നു കാണുന്നത് ഇത്ര ബിസി ആവുന്നതിന് മുമ്പ് ചെറുപ്പത്തില്? തമിഴാണ് ചേച്ചി എന്റെ മേഖല ഏറ്റവും കൂടുതൽ. കാരണം വീട്ടിൽ അമ്മയ്ക്കുള്ള കാരണം എപ്പോഴും KTV, നോ സൂര്യ TV. ഫുൾ തമിഴ് പടങ്ങളാണ്. ബിക്കോസ് അമ്മാസ് തമിഴ്, അപ്പാസ് മലയാളി, പാലക്കാടുകാരനാണ്. വീട്ടില് അപ്പൊ അവിടെയും ഒരു തമിഴ് ഒരു ഇതല്ലേ പാലക്കാട്. തമിഴ് സിനിമകളാണ് കൂടുതൽ. അപ്പൊ തമിഴിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സമയത്തെ നടനോ പാട്ടുകാരനോ? എക്കാലത്തെയും എന്റെ ഫേവറേറ്റ് നടൻ കമൽഹാസൻ. കമൽഹാസൻ മീൻസ് സിനിമ. ഈ മറ്റേ നമ്മളുടെ സിനിമ വന്നപ്പോ മഞ്ഞുമൽ ബോയ്സിനെ കൂട്ടത്തിൽ പോയായിരുന്നോ കമൽഹാസനെ കാണാൻ? ഇവരൊക്കെ പോയതില് ഞാൻ ഗണപതി എന്നെ കൊണ്ടുവന്ന് പറഞ്ഞ പറ്റിച്ചല്ലേ? അവരടിച്ചു വിളിച്ചു. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ്. ഫുൾ ക്രൂ പോയില്ലേ? അവരെല്ലാരും പോയി. കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഭാവിയിൽ എന്തായാലും കാണും. നേരിട്ട് ഒറ്റയ്ക്ക് 1-on-1. തീർച്ചയായും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളൊക്കെ ഉണ്ട്. ഞാൻ ഇളയരാജ സാറിനെ കണ്ടു. ഞാൻ തൊട്ടടുത്ത് ഞാൻ ഷെയ്ക്കിന്റെ കൊടുത്തു. എന്റെ അടുത്ത് മോനെ നീ നല്ലോണം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ ഭയങ്കര പുള്ളിക്കാരന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടി ഞാൻ. അരിസി എന്ന് പറഞ്ഞൊരു പടം, തമിഴ് കൊച്ചു പടമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കൽ പടമാണ് ഇത്. തമിഴ്നാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഒരു കാരണവര്, പുള്ളിക്കാരന്റെ പേര് ഞാൻ മറന്നു. മോശമില്ലാത്തൊരു പടം. പാട്ടും വലിയ കുഴപ്പമില്ല. അറിവില്ലേ, പുള്ളിക്കാരനാണ് ലിറിക്സ് എഴുതിയത്. അപ്പൊ എനിക്ക് തമിഴിൽ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വായിക്കാനും നോക്കുന്നു, പക്ഷെ എഴുത്തിൽ എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അറിവിനെ കൊണ്ട് എഴുതിച്ച് ഞാൻ പാടി. ബേജാറില്ലാന്ന് വിചാരിക്കുന്നു, വേഗം ഉണ്ടാവും അതിന്റെ റിലീസ്. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് മാസ്റ്ററോ എനിക്ക് കാണാൻ പറ്റി. അതാണ് ഈ വർഷം തുടങ്ങിയത് തന്നെ നല്ല ഒരു തുടക്കമാണ്. അതെ, ഈ വർഷം നല്ല തിരക്കില്ലാത്ത തുടക്കം തന്നെയാണല്ലേ എല്ലാ രീതിയിലും. രാജാ സർ ഈ വർഷമാണോ ഇപ്പോഴാണോ വേണ്ടേ? കഴിഞ്ഞ ഈ വർഷം അവൻ വാച്ചിലൊക്കെ നോക്കുന്നു. എന്റെ വാച്ചിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ടാ? സോറി, ഞങ്ങളൊക്കെ സാധാരണ വാച്ചാ. ഈ വർഷം ആണോ? ഓക്കെ, നല്ല തുടക്കമാണ് ഈ വർഷത്തെ. ഇനി എന്താണ് what can we expect from Werden this year? ഞാനൊരു ലേബലിന്റെ ആർട്ടിസ്റ്റാണ് ഇപ്പൊ. ഇനി 2 പാട്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ലേബലിന്റെ അഗ്രിമെന്റ്സ് നമുക്ക്. അത് കഴിഞ്ഞാൽ എനിക്കൊരു ആൽബം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ട്. അത് പക്ഷെ ഇതിനൊരു പ്രത്യേക ജോണർ ഉണ്ടായിരിക്കരുത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണെന്ന് വെച്ചാൽ അതൊക്കെ കുറച്ച് അതിട്ട് എന്നൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായ. എനിക്ക് പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ലൈക്ക് ഞാൻ റാപ്പ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ കൊണ്ടല്ലാത്തൊക്കെ ഞാൻ ചെറുതായിട്ട് പാടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ പാടൽ എനിക്ക് കിട്ടുന്നുള്ള ഒരു സാധനം, ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. മാക്സിമം ഒരു 10 പാട്ടിന്റെ ഒരു ആൽബം ചെയ്യണം ഈ വർഷം എന്നുണ്ട്. ആൽബമാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു അത് എന്താണ് സിംഗിൾസ് ആയിരുന്നില്ലേ? പിന്നെ സിനിമ കുറെ ചെയ്തല്ലോ. അപ്പൊ നമ്മുടെ കാറ്റലോഗ് നമ്മള് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ
ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ചെയ്തേ പറ്റും. അപ്പോൾ ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ കുറെ ഫോക്കസ് ചെയ്യണം, കുറെ സ്റ്റൈൽസ് ലൈക്ക് സോ റാപ്പ് മാത്രമല്ല, മാത്രമല്ലാതെ thinking pop, പോപ്പ് എനിക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ട്. ഡാപ്സി ഒക്കെ ചെയ്യണ ഒരു ഡബ്സി സാധനം. പോലെ. ഡാപ്സിയുടെ ഒക്കെ ഒരു സാധനം ഒരു സെമി പോപ്പിലൊക്കെയാണ് അതിൽ പോവാം. അടിപൊളിയായിട്ടുള്ള സിംഗർ കൂടിയാണല്ലോ. അതെ, അപ്പൊ എനിക്ക് അതൊന്ന് ട്രൈ try ചെയ്യണമെന്നുണ്ട്. ചെയ്യണം. ഓക്കെ, ഇനി ഒരു ക്വിക്ക് സെഗ്മെന്റിലേക്ക് പോവാണ്. ഞാനൊരു വാക്ക് പറയാം, ഓക്കെ അതിൽ കേൾക്കുമ്പം നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം. ഓക്കെ, ഈ ഫെയിം, അതിനെ കുറിച്ച് എന്താണ് വേടന് തോന്നുന്നത്? ഫെയിം, പ്രശസ്തി അല്ലെ? ഗുഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അറ്റ് ദ സെയിം ടൈം. സെയിം ടൈം. ലവ്, നെസസറി ഫോർ യുവർ ലൈഫ്. ഓ, ട്രസ്റ്റ്, വിശ്വാസം. സൂപ്പർ നെസസറി. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ഇതാണ്, എൻ്റെ ഫോക്കസ് കളയുന്നത് ഇതാണ്. എന്റെ ബാഡ് ഹാബിറ്റ്സ്, ലഹരി ഉപയോഗം. എൻ്റെ ഏറ്റവും ശക്തി ഇതാണ്. ഫാമിലി. എൻ്റെ ഏറ്റവും വീക്ക്നെസ്, ഏറ്റവും വലിയ വീക്ക്നെസ് ഇതാണ്. ഇപ്പോഴുള്ള വീക്ക്നെസ് ലൈക്ക് ഇത് തന്നെ, കുറെ അനാവശ്യമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. ഈ ഇൻഡസ്ട്രി, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രി, ഗ്രേറ്റ്. വീടായിട്ടില്ല ചേച്ചി, വീട് സ്വന്തം വീടാവണം. ഓക്കെ, വീട് എന്ന് ആലോചിക്കുമ്പോൾ സ്വന്തം വീടാക്കണം എന്നുള്ള. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ. സംഗീതം എന്നെ രക്ഷപ്പെടുത്തുന്നത് ഇതിൽ നിന്നുമാണ്. മ്യൂസിക് സേവ്സ് മീ. ഡസ് മ്യൂസിക് സേവ് യു? അയ്യോ, വാട്ട് ഈസ് മ്യൂസിക് ഫോർ യു? എന്താണ് വേടന സംഗീതം? എനിക്ക് തോന്നുന്നു എന്റെ ജീവിതം തന്നെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ അതിലാണ്, സംഗീതത്തിലാണ് എന്നെ 4 പേര് അറിയുന്നത് തന്നെ. അപ്പൊ മ്യൂസിക് ഈസ് എവറിത്തിങ് ഫോർ മീ. സമാധാനം. ഓ പിന്നെ തീർച്ചയായിട്ടും. എന്താ മ്യൂസിക് എന്റെ സമാധാനം എന്താണെന്നോ? ഓ, ഫാമിലിയുടെ കൂടെ ഇരിക്കില്ലേ? ഫാമിലി കൂടെ. ഓ പിന്നെ, അതായത് ഞാൻ ഒരു സ്ഥലത്തിരിക്കുക, ചുറ്റും അടിയിലൊക്കെ കുറെ ആൾക്കാരുണ്ട്, എന്റെ അനിയത്തിയുടെ ശബ്ദമൊക്കെ അപ്പുറത്ത് കേൾക്കാം, ചെറുത് ഒച്ചിട്ട് ഓടിപ്പോണതൊക്കെ കേൾക്കാൻ പറ്റും. ബുദ്ധൻ സൈഡിൽ നിന്ന് കുറയ്ക്കുണ്ടാവും, പൂച്ചയുണ്ട്, പൂച്ചയുടെ ഒരു മ്യാവ് വിടും അപ്പുറത്തേന്ന്. അതാണ് എന്റെ സമാധാനം. അതാണ് സമാധാനം. കോൺട്രിവേഴ്സീസ് ലൈഫില് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനുള്ള പടിക്കെട്ടും. റെവല്യൂഷൻ, ഇറ്റ്സ് ഇൻ മൈ ബ്ലഡ്. സിനിമ പാട്ട് തുടങ്ങിയിട്ടിപ്പം എത്ര വർഷമായി? ആദ്യത്തെ സിനിമ പാട്ട് ഞാൻ ചെയ്യണത് നായാട്ട് എന്ന് പറഞ്ഞിട്ട് മാട്ടിപ്രക്കാട്ട് ഫിലിം, അതിനകത്താണ്. പിന്നെ ലാസ്റ്റ് ഞാൻ ചെയ്തത് ഇപ്പോ ഈ അരിസ്. എത്ര സിനിമ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനിടയിൽ? കുറച്ച് ചെയ്തിട്ടുണ്ട്. 5 പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വേടൻ എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ ഉണ്ടല്ലോ, റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ ഇവര് വരുമ്പോ ഒക്കെ ആ സ്റ്റൈലിലുള്ള പാട്ട് ചോദിച്ചിട്ടാണോ വരുന്നത്, അതോ? അല്ല, ഡിഫറെന്റ് ആണ് അത്. പക്ഷെ എന്റെ ഹിറ്റ് ആയിക്കണ, എനിക്ക് കൂടുതൽ ആൾക്കാർക്ക് കേട്ടിരിക്കുന്ന പാട്ടുകളൊക്കെ എനിക്ക് എഴുതാൻ പറ്റുന്ന മേഖലയിലുള്ള പാട്ടായിരുന്നു. അത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഏതായിരുന്നു ഇത്രയും സിനിമകൾ ചെയ്തതിൽ? ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണല്ലോ എടുക്കുന്നത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ കൊളാബറേറ്റീവ് ആയിട്ട് വരുന്ന ഒരു എഫേർട്ടാണ്. സുബേഡിന് ഏറ്റവും ചാലഞ്ചിങ് ആയ ഒരു പാട്ടും ഏറ്റവും ഈസി ആയി ചെയ്യാൻ പറ്റിയ പാട്ടും? കുതന്ത്രം വളരെ ഈസി ആയി ചെയ്തു, എനിക്ക് ഓർമ്മയുണ്ട്. നരിവേട്ടയിലെ പാട്ട് എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പൊളിറ്റിക്സും കൂടെ ഉണ്ട്. പൊളിറ്റിക്സും ഉണ്ട്, ഒരു കോൺട്രവേഴ്സി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ മാനസികമായിട്ട് തയ്യാറായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഐ എം നോട്ട് കോൺഫിഡന്റ് ഇനഫ്. അപ്പോ This is a rape allegation. ഇതേത് കോൺട്രവേഴ്സി കുറെ ഉണ്ടല്ലോ. പുലിപ്പലി കേസ് ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടിലെ ചേച്ചി എന്റെ വീട്ടിൽ. അപ്പൊ പുലിപ്പലി കേസ് ഒക്കെ നടന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഭയങ്കര വേറൊരു മാനസികാവസ്ഥ. അത് ഭയങ്കര ഒരു. അപ്പൊ ഈ പടത്തിന്റെ ഡയറക്ടർ അനുരാജ് മനോഹർ എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, എന്റെ വെൽവിഷറും കൂടിയാണ്. പുള്ളിക്കാരൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് നീ തന്നെ ചെയ്യണം. അപ്പൊ ഞാൻ ഓക്കെ, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ വീട്ടിലൊക്കെ കാണാൻ വന്നു. അപ്പൊ പിന്നെ ട്രൈ എങ്കിലും ചെയ്ത് നോക്കണ്ടേ. അപ്പൊ ജയ്ക്ക് സാറിന്റെ സ്റ്റുഡിയോയിലായിരുന്നു. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ജയ്ക്ക് സാറിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത്. ഞാനത് ഇരുന്ന് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിനുള്ളൊക്കെ പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ മനസ്സ് വേറെ ആയിരുന്നു ആ സമയത്ത്. പിന്നെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന പടമാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് ഒരു കോമഡി കാണിക്കാൻ പാടില്ല. അപ്പൊ അത് ഭയങ്കര ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ഭയങ്കര പ്രഷറായിരുന്നത്. പക്ഷെ അനുരാജ് ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടീവാ. ആൾക്ക് നിനക്ക് പറ്റും എന്നുള്ളൊരു പടത്തിന്റെ ഡയറക്ടർ നമ്മളെ വിശ്വസിച്ചൊരു സാധനം തരുമല്ലേ. പക്ഷെ പാട്ട് പാട്ടാണ്. എന്താണ് ഈ
തമിഴ് ആൽഫബറ്റ് ആണ്. അതിനെന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? ഉണ്ട്. അത് അമ്മ, അപ്പ, അൻപ്, അറിവ്, അഴക്, അരസിയൽ, അഞ്ചാമൈ, ഈ 7 വാക്കുകളാണ് അത്. അമ്മ, അമ്മ, അപ്പ, അൻപ്, ഉം. അറിവ്, അറിവ്, അറിവ് ബുദ്ധി, അറിവ്, അഴക്, ഭംഗി, അരസിയൽ പൊളിറ്റിക്സ്, പൊളിറ്റിക്സ്. അഞ്ചാമൈ ഫിയർലെസ്. ഓ, അപ്പൊ ഈ 7 വാക്കുകളാണ്. എപ്പോഴാണ് അത് കുത്തിയത്? ഇതിപ്പോ 2 വർഷം വെരി മീനിങ്ഫുൾ ഫോർ യു അല്ലേ? ദാറ്റ് ഈസ് വാട്ട് യു റെപ്രസെന്റ്. ലൈക് പരമാവധി ഒരിക്കൽ പോലും ആ പാതയിൽ നിന്നും പുറത്തു വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കോൺസ്റ്റന്റ് റിമൈൻഡർ ആയിട്ടാണോ അത് മോനെ നെഞ്ചത്ത് തന്നെ? മിററിൽ നോക്കുമ്പോ ഇതാണ് നീ ചെയ്യേണ്ടത്, ഇതാണ് നിന്റെ ഡ്യൂട്ടി എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്. മോന്റെ ലൈഫിൽ ഏറ്റവും സങ്കടം വന്നൊരു നിമിഷം എന്താ എന്ന് പറഞ്ഞാ വൈ മീ? ഒരുപാടുണ്ട് ചേച്ചി. നമുക്ക് ലൈക്ക് സി കോൺട്രവേഴ്സി ഒന്നാണ്, നമ്മൾ സങ്കടം വേറെയാണ്. കോൺട്രവേഴ്സീസ് ചിലപ്പോൾ നമ്മളെ തൊടത്ത് പോലുമില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പേഴ്സണൽ ആവാം, പ്രൊഫഷണൽ ആവാം, പൊളിറ്റിക്കൽ ആവാം. ഒരു സാധനം അത് എല്ലാ മനുഷ്യന്മാർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് തെറ്റിദ്ധരിക്കപ്പെടൽ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ അടുത്ത് ഇപ്പൊ ഭയങ്കര സങ്കടം തോന്നിയെന്നൊക്കെ പറയാനാണെങ്കിൽ കാസർഗോഡ് ഒരു ഷോ, അടിപൊളി ഷോ ആയിരുന്നു. ആ ഷോ ഒരു മോൻ ട്രെയിൻ തട്ടി മരിച്ചുപോയി. അപ്പൊ അത് ലൈക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബന്ധമില്ല ആ പരിപാടി. ഷോന് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോ ഏതോ ഒരു റെയിൽവേ ക്രോസ്, ദൂരെ എവിടെയോ ഒരു റെയിൽവേ ക്രോസ് ധൃതിയിൽ ക്രോസ് ചെയ്യുമ്പോ മോനാണെങ്കിൽ 19 വയസ്സുള്ള അവൻ എന്തോ പഠിക്കുക, നഴ്സിംഗ് ആണ്. അത് തന്നെ ഉറക്കം കെടുത്തി ഒരു 2 ദിവസം. ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറയാം, അതെന്നെ ഭയങ്കര സീനാക്കുന്നുണ്ട്. അത് നമ്മളെ ഡാർക്കാക്കി കളയും. എന്ന് വെച്ചാണല്ലോ ഈ മോന്റെ മാമനായിട്ട് ഞാൻ ഫോൺ വിളിച്ചു. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. മാമനെ ഞാൻ ഫോൺ വിളിച്ചു. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ ഫോൺ വിളിച്ചിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ഒറ്റ മോനായിരുന്നു. എനിക്ക് അത് എന്നെ ഭയങ്കരമായിട്ട് ഫോൺ ചെയ്തു. അതിപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇത് 2ാമത്തെ അനുഭവമാണ് എന്റെ ഷോയില് ഇങ്ങനെ ഒരു ജീവൻ പോകുന്നത്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നടന്നു മറക്കാന്നുള്ളതല്ലാണ്ട്. What about the most happiest moment in your life? ഇന്നലെ സ്റ്റേറ്റ് അവാർഡിന്റെ ഇതിലെനിക്ക് എന്റെ അപ്പനെ ഞാൻ കയറ്റിയത് എനിക്ക് ഭയങ്കര, ആളുടെ മുഖം അങ്ങനെ അത്രയും സന്തോഷത്തിലെ ആളെ കാണുമല്ലേ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഈ അടുത്തുണ്ടായാലും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള. എങ്ങനത്തെ മോനായിരുന്നു വേടൻ? അയ്യോ, ഞാനൊരു അസത്തായിരുന്നു. ഞാനും അങ്ങനത്തെ ആൾക്കാരെ ഞാനൊരു അസത്താണ്. സ്നേഹമുള്ള അസത്തായിരുന്നു. ഞാനും സ്നേഹമുള്ള അസത്താണ്. അപ്പനും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കുറുമ്പുകളൊക്കെ കാണിക്കുന്നല്ലാണ്ട് തെണ്ടിത്തരൊന്നും കാണിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ വലിയ ബേജാറില്ലാത്തൊരു മോൻ. കുഴപ്പമില്ല. ഇനി വേടന്റെ ആഗ്രഹം എന്താണ്? ഇപ്പം ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഫാമിലി പോലെയൊന്നും അല്ല. എല്ലാവരും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ഒരു സെറ്റപ്പാണ്. വേടന്റെ കുടുംബജീവിതം അങ്ങനെയൊക്കെ സ്വപ്നങ്ങളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ? എങ്ങനത്തെ ഒരു പ്രൈവറ്റ്, എങ്ങനത്തെ ആളാണ് വേടൻ? ഫാമിലിയാണ് ചേച്ചി എന്റെ ഗോൾ എന്ന് പറയുന്നത്. എന്റെ സുപ്പീരിയർ ഗോൾ എനിക്ക് എപ്പോഴും ഫാമിലിയാണ്. എനിക്ക് ഒരു ഡ്രീം ഫാമിലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗോഡ് ഫാദർ പടം കണ്ടിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഞാൻ എന്റെ ബ്ലാക്ക് മെഴ്സിഡീസില്, എന്റെ വലിയ ലാൻഡില് ഞാൻ എന്റെ ഫാമിലി, എന്റെ ഡോഗ്സ്, എന്റെ കാറ്റ്സ്, അപ്പൻ, ഭാര്യ, കുട്ടികള്, അനിയത്തി, ബ്രദേഴ്സ്, അതാണ് ഗോഡ് ഫാദർ പോലെ. ഗോഡ് ഫാദർ. അതാണ് സാധനം മനസ്സിൽ. എപ്പോ തുടങ്ങിയ ഒരു സ്വപ്നമാണ് ഇത്, ഈ ഗോഡ് ഫാദറിന്റെ സ്വപ്നം? അയ്യോ, ഒരുപാട് വർഷമായി. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്റെ ഫാമിലിനെ ഇങ്ങനെ മറ്റേ അഴിച്ചു ചൂല് മാറിയായിരുന്നേ. അപ്പൊ ഞാൻ തന്നെ ഒരു കയറായി അങ്ങോട്ട് മറ്റേ ഉരുവം മാറിയ, എന്നിട്ട് അത് അങ്ങോട്ട് വലിച്ചു മുറിച്ച് പിടിച്ച് നിർത്തിയേക്കണാണ്. അത് ഒരിക്കലും കെട്ടുപോകാതിരിക്കാൻ. അപ്പൊ അതിന്റെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ഇപ്പൊ ഞാൻ സക്സസ്ഫുൾ ആണ് ആ കാര്യത്തില്. ഇപ്പൊ പറഞ്ഞ ഗോഡ് ഫാദർ മാരി ജീവിക്കാൻ പറ്റണം അല്ലേ? അത് എല്ലാ ആണുങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എല്ലാ ആണുങ്ങൾക്കും ചേച്ചി എല്ലാ ആണുങ്ങൾക്കും വിചാരം അവര് ബാറ്റ്മാൻ ആണെന്നാണ്. വി ക്യാൻ ഹെൽപ്പ്
ഞാനൊക്കെ രാത്രി ബാറ്റ്മാൻ Batman. അത് സോറി ഫോർ സോറി ഫോർ ദാറ്റ്. ക്യാൻ ഡു ഇറ്റ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം യുവർ മ്യൂസിക് റൈറ്റ്, വേടൻ്റെ സംഗീതം സംസാരിക്കുന്ന കുറേ സബ്ജക്ട്സ് ഉണ്ട്. അതിൽ ഞാൻ ലൈക്ക് ഐ സെറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, പോപ്പുലർ സോങ്സ് ഓഫ് കോഴ്സ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. തുടക്കം, വോയിസ് ഓഫ് ദ വോയിസ്ലെസ്, അതുപോലെ തന്നെ യുവർ ലവ് സോങ് സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞ ആ ഒരു സോങ് എനിക്ക് എവിടെയോ ടച്ച്ഡ് മീ സംവെയർ. ഐ ഡോണ്ട് നോ വൈ. അതാണ് എന്റെ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് Yeah, ട്രാക്ക്. ബിക്കോസ് അതില് വേടന്റെ ലൈഫുമായിട്ട് അത് ഭയങ്കര നിന്റെ ജീവിതത്തെ കുറിച്ചാണ് നീ പാടുന്നത് തന്നെയാണ് ആ പാട്ട്. അല്ലേ? അപ്പൊ അത് ഒരുപാട് സമയം എടുത്ത് എഴുതിയ പാട്ടാണ് അത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പരമാവധി എന്റെ ലൈഫിനെ കുറിച്ച് എഴുതാൻ പറ്റി എന്നുള്ളതാണ് അതിൽ ഞാൻ ജയിച്ചെന്ന് വിചാരിക്കണം. ആ പാട്ട് ആ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ റാൻഡമിലായിട്ട് കാണുന്ന വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, വലിയ മറ്റേ എഴുത്ത് ജാമ്പവന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ അങ്ങനെ 2-3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ പാട്ട്. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടിന്യൂസ് എല്ലാ പാട്ടും കേൾക്കുമ്പം അതിന് ഓഫ്കോഴ്സ് പോപ്പുലറായ മറ്റു കുറേ സോങ്സ് ഉണ്ട്. സോഷ്യൽ ക്രിമിനലില് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്, എന്തുകൊണ്ട് നമുക്കത് ഭാവിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ആ പാട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സംതിങ് അബൌട്ട് ഇറ്റ് നമ്മളൊന്ന് കുത്തി വലിക്കുന്ന എന്തുകൊണ്ട് ഐ ഡോണ്ട് നോ. എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്താണ് ആദ്യമായിട്ട് എന്റെ അമ്മേനെ കുറിച്ചൊക്കെ എനിക്ക് എഴുതാൻ അവിടെയാണ് പറ്റിയത്. എനിക്ക് കുത്തിയതും പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ എഴുത്തില് ഇംഗ്ലീഷ് വാക്കുകൾ എഴുതാൻ യൂസ് ചെയ്തത്. യൂസ് ചെയ്യാനൊക്കെ ഞാൻ അതൊരു പരീക്ഷണം കൂടിയായിരുന്നു. കോൺക്രീറ്റ് വനത്തിനോരത്തിൽ അതെ. അത് തുപ്പാക് ഷാക്കൂറാണ് അതിനെ ഇൻസ്പയർ ചെയ്തത്. തുപ്പാക് ഷാക്കൂറിന്റെ ലൈക്ക് റോസ് ദാറ്റ് ബ്ലൂംസ് ഇൻ കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. ഞാനത് കോപ്പി അടിച്ചാണ് ചെയ്തത്. കോപ്പി അടിച്ച് അത് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറേ സാധനം ഇൻസ്പിറേഷനിൽ നിന്നും അതിന് അടിച്ചു മാറ്റി ഇവിടെ നിന്റെ രീതിയിൽ മലയാളത്തിൽ എത്തിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എത്തിക്കും. ദാറ്റ്സ് ഓക്കെ. ഇൻസ്പിറേഷൻ ഇസ് ഗ്രേറ്റ്. ഞങ്ങൾക്ക് മനസ്സിലാവത്ത് പോലും ഇല്ലല്ലോ. അതാണല്ലോ അത് തിങ്ക് അബൌട്ട്. നീ അടിച്ചു മാറ്റിട്ടോ. അതാണ് അതിന്റെ ഒരു ജീനിയസ് എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് കം ടു ദീസ് അമേസിംഗ് എന്താ പറയാ കോൺട്രവേഴ്സീസ് ദാറ്റ് യു ബീൻ പാർട്ട് ഓഫ്. എങ്ങനെ എത്തിപ്പെടുന്നു? അതെങ്ങനെ എത്തിപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. അത് എങ്ങനെയാ ഡീൽ ചെയ്യണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാം. എനിക്ക് ഐ ഡോണ്ട് നോ യു, ഐ ഡോണ്ട് നോ നിങ്ങളെ ആരെയും എനിക്കറിയില്ല. അപ്പം ഐ ഹാവ് ടു ബി ന്യൂട്രൽ ഓൺ ദിസ്. ഐ ക്യാൻ ഓൺലി ഹിയർ യുവർ വേർഷൻ ആൻഡ് മേ ബി ദെയർ വേർഷൻ വൺ ഡേ. അപ്പം എന്താണ് ഇപ്പം കുറേ ഉണ്ട്. ഇപ്പം ദർ ഇസ് എ റേപ്പ് ആലിഗേഷൻ, ദർ ഇസ് എ ഡ്രഗ്സിന്റെ ഒരു സാധനം, പുലിപ്പല്ല്, പിന്നെ എന്തൊക്കെയുണ്ട് കേക്കട്ടെ. നീ തന്നെ പറയുമ്പോൾ ഒരു സെറ്റ് ആവുമല്ലോ. വേറെ വല്ലതും ഉണ്ടോ അറിയാത്ത ചേച്ചി? പിന്നെ നമ്മുടെ അവാർഡ് കിട്ടിയതിന്റെ ഒരു വലിയൊരു ബാക്ക്ലാഷ്, അത് വേറെ അത് വേറെ ട്രാക്ക്. സോഷ്യൽ മീഡിയയിൽ അതെ. ഞാനിപ്പോ അതിലിപ്പോ എന്താ അഭിപ്രായം പറയാ? ഞാനിത് ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യം കിട്ടുന്നുണ്ട്. അപ്പൊ അതെന്റെ ഫാമിലിയും എന്നെ അറിയാവുന്ന ഇതിപ്പോ പുറത്തറിയണ ഒരു കഥയുണ്ടല്ലോ, അതല്ലാതെ ഞങ്ങൾക്ക് ലൈക്ക് എന്റെ ഉള്ളിൽ ഇതിന്റെ വേറൊരു കഥ എനിക്കറിയാലോ എന്റെ ഭാഗത്തു നിന്നുള്ള. അപ്പൊ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നില്ല. എനിക്ക് എന്നെ ഭയങ്കര ഇതിപ്പോ കോർട്ടിലിരിക്കുന്ന സാധനല്ലേ? അതുകൊണ്ട് എനിക്ക് അധികം No, we can't say it. I'm just wondering as a human being. See, ഇപ്പൊ വേടൻ എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്. വേടൻ ദാറ്റ് ഇസ് യുവർ ഏജ്. ഇങ്ങനത്തെ പബ്ലിക് ആയിട്ടുള്ള മീഡിയമിലാണ്. സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് കുറെ അധികം ആൾക്കാരുടെ പഴകിയ ഒരാളാണ് ഞാൻ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവും. അപ്പം ഞാനൊരു സ്ത്രീയായ എനിക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റുമോ അതിനും അപ്പുറം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കെന്റെ സത്യം അറിയാം. അപ്പം അത് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യുവർ എ മാൻ ഓർ എ വുമൺ, നമുക്ക് മാത്രമേ ഉള്ളൂ. ആ സത്യം അറിയണമെങ്കിൽ നമ്മളെ അറിയണം, നമ്മുടെ ജീവിതത്തെ അറിയണം, പിന്നെ ഇതൊക്കെ തെളിയിക്കപ്പെടണം. സോ അതൊക്കെ ഐ എം ലീവിങ് ഇറ്റ് ടു ചാൻസ്. ബട്ട് ആസ് എ പേഴ്സൺ ഹൂസ് ഗോയിങ് ത്രൂ ദിസ്, ഉള്ളിൽ ഹൗ ഡു യു ഡീൽ വിത്ത് ദിസ്? ഈ ഒരു ബിക്കോസ് ചെറിയ ആലിഗേഷൻസ് അല്ല. ഐ മീൻ എസ്പെഷ്യലി ഒരു വിപ്ലവകാരിയായ ഒരു വ്യക്തിക്ക് ആശയങ്ങൾക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന പണിക്ക് തന്നെ വലിയ അപകടം പറ്റുന്ന അലിഗേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ചേച്ചി പറഞ്ഞ മാതിരി എനിക്ക് എന്റെ സത്യം എനിക്ക് എന്താണെന്ന് അറിയാം. ഞാൻ അതിൽ 100% വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ മാനസികമായിട്ട് തളർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിനെന്റെ സുഹൃത്തുക്കളും എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ലൈക്ക് എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് എനർജി കിട്ടുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചുറ്റുമുണ്ട്. എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കൂടെ. പിന്നെ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനയുണ്ട് ചേച്ചി എന്റെ കൂടെ. എനിക്ക് അതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ലൈക്ക് ഐ എം നോട്ട് എ വിശ്വാസി മൈസെൽഫ്. എനിക്ക് ഞാൻ മറ്റേ ദൈവം ഉണ്ടെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളൊന്നുമില്ല. പക്ഷെ ഇവരെന്നെ വിശ്വസിക്കുന്നുള്ള വിശ്വാസത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അത് ഞാൻ അനുഭവിക്കുന്നതും കൂടി കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ
വരട്ടും പാത്തുകളാ. ഒന്ന് പാത്തുക്കളാം. ഏറ്റവും സ്വന്തമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ ചെയ്തത്? എന്റെ സോഷ്യൽ ക്രിമിനലാണ്. ആണ്. പിന്നെ പിന്നെ ഒരു രണ്ട് പാട്ടുണ്ട്, 3 പാട്ടുണ്ട്. അതിലേതെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് പാടണേ 4 വരി. പാട്ട് റാപ്പർ ആയതുകൊണ്ട് പാടിച്ചില്ലെങ്കിൽ ആൾക്കാരെ തെറിവിച്ചാലോ, എനിക്ക് വയ്യ. മറ്റേ പായൽ കബാഡിയ പുള്ളിക്കാരിയുടെ പടത്തിനകത്ത് All we imagine is light. ഞാൻ കേട്ടില്ല. So lovely. ആ പാട്ട് ശരിക്കും അങ്ങനെയല്ല, അതൊരു മെലഡി ആയിരുന്നു. അപ്പൊ അതിന്റെ മ്യൂസിക് ഡയറക്ടർക്ക് ആവശ്യം, പക്ഷെ അതൊരു റാപ്പായിരുന്നു. നിഴലില്ലാത്തൊരുത്തിയെ നീ തേടുന്നു വെളിച്ചമേ, ആരെ കാത്തിരിക്കുന്നു ബോംബെ തെരുവിലൂടെ അലയുന്നു, തീ നീറും മനസ്സിലൊരു നാൾ മൗനം കരഞ്ഞു ദാഹം തീർക്കും 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 ഒരു നാൾ വരും. മഹാനഗരം ഒരു മഹാവനം, ഓരോ നാളും ഭയാനകം, മഹാനരകമതിൽ ദയാലു നീ, സ്നേഹം നിനക്ക് ബലം തരും പ്രഭ, ഒരു നാൾ നിന്റെ മേൽ വീഴും കൃപ, ഒരു നാൾ നിന്നെ തേടി വരും. നീ തേടുന്നത് ആരെ, നിന്നെ തേടുന്നത് ആരെ, വറ്റിപ്പോയ കണ്ണീരെ, ഒറ്റക്കായ പെണ്ണുയരെ. അങ്ങനെയാണ് ആ പാട്ട് ശരിക്കും. എന്റെ ത്രോട്ട് ശരിയല്ല, മറ്റേത് വേറെ രീതിയിലാ. മറ്റേത് റാപ്പാണ്. തനിയൊരു മനിതനായ ആരുമില്ലല്ലോ, വേരുകളില്ല പൂവുമില്ലല്ലോ, വേനൽ വീഴാത്ത ഭൂമിയില്ലല്ലോ, വേദന മാറാ നോവുമില്ലല്ലോ പ്രഭ, ഒരു നാൾ നിന്റെ മേൽ വീഴും കൃപ, ഒരു നാൾ നിന്നെ തേടി വരും. അങ്ങനെയാണ് ശരിക്കും ആ പാട്ട്. ഇത് വേറൊരു മൂഡാണ്. ഞാൻ അതൊരു അതിന്റെ അക്വസ്റ്റിക് വെർഷൻ ചെയ്യണം. ഭയങ്കര രസമുണ്ട്. കാരണം ആ പടം ഞാൻ എന്താണ് എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു പടം അത്. കണ്ടപ്പോ എന്താണ് ഈ സംഭവം നടക്കുന്നത്? അല്ല, ലൈക്ക് ആണുങ്ങളുടെ വികാരം വേറെയാണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീപക്ഷ സിനിമ ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഒരു ഡയറക്ടറുടെ പടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെ പിടിച്ചിരുത്തിയൊരു പടമാണ്. അപ്പൊ എനിക്ക് അതിൽ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട് എനിക്ക് എങ്ങനെ അത് എഴുതാൻ പറ്റും? എനിക്ക് ഇത് ഇവരുടെ വേദന മനസ്സിലാവുന്നത് എനിക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റുക? അപ്പൊ ഞാൻ ഈ അമ്മയുടെ അടുത്ത് ഞാൻ പായൽ പുള്ളിക്കാരിയായിട്ട് കോൺവെർസേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് ഇത് എങ്ങനെയാ ഫുൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഉറപ്പില്ല. പുള്ളിക്കാരിക്ക് വിശ്വാസമായിരുന്നു. നീ എഴുതാൻ മോനെന്നുള്ള മൂടാണ് പുള്ളിക്കാരി. അപ്പൊ പിന്നെ ഞാൻ ഓക്കെ നോക്കി. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സാധനം. കാരണം ഈ പ്രഭ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര് അതിനകത്ത്, കനി ചേച്ചിയുടെ. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര എനിക്കിഷ്ടമായി ആ പാട്ട്. ആ പടത്തിന് ആപ്റ്റ് ആവുന്നുണ്ട് ആ പാട്ട്. മെലഡി വെർഷൻ എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ അതിന്റെ ഒരു അക്വാസ്റ്റിക് വെർഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ രമേശ് പിഷാരിയുടെ നോ വേ ഔട്ട് എന്ന് പറഞ്ഞൊരു എന്താണ് പടത്തിന്റെ പേര്? നോ വേ ഔട്ട്. അതിനകത്തൊരു ആത്മഹത്യ പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ പാട്ടോ? ആത്മഹത്യ ചെയ്യാൻ പ്രചോദനം നൽകുന്ന പാട്ടാണോ മോനെ? അല്ലേ, ആത്മഹത്യ പുറത്തു വരാൻ. നേരെ ഓപ്പോസിറ്റ് ആണ്. അതിനകത്ത് ആ ക്യാരക്ടർ അതിനകത്ത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോ അതിനകത്ത് അതെങ്ങനെയായിരുന്നു? ഒരിക്കൽ മരണം ഒടുങ്ങും മുൻ, ഒരിക്കൽ ജനനം ഒടുങ്ങും മുൻ മരണം, ശില പോലുറച്ചുവോ മനിതനിൻ മനം, ഒഴുകും രണമതിലാശകളിൻ മണം, നീ കഴുകൻ തേടുന്ന പിണം, നീ കാണുന്നതെല്ലാമേ മരണത്തിൻ നിറമോ, ജീവിക്കാൻ നിനച്ചാലേ മഴവില്ല് വിരിയുന്നോ. ഓ അതും എന്റെ ഒരു ഫേവറേറ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്ട്. ഇത് ഞാൻ കർണാടകയില് എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? ഞാൻ ബറാക്ക എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ചേച്ചി. കർണാടക ആന്ധ്രാപ്രദേശ് ഹൈവേയിലാണ് ആ ഗ്രാമമുള്ളത്. ഹൈവേന്ന് ഒരു 2-3 കിലോമീറ്റർ ഒക്കെ ഉൾഗ്രാമമാണ്. അപ്പൊ അവിടെ ഒരു വലിയ മലയുടെ മേളിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് എഴുതി ഒരു 3-4 മണിക്കൂർ കൊണ്ട് എഴുതിയ പാട്ടാണ്. അതായത് ആ പാട്ടിന് വേറൊരു അനുഭവം എനിക്ക്. ആ പാട്ടിന് കരടികളൊക്കെ നടക്കുന്ന ഒരു വനത്തിന്റെ നടുവിലുള്ള ഒരു പാറക്കെട്ടിന്റെ മുന്നിലിരുന്ന് എഴുതിയത്. ഓ പിന്നെ കാട്ടുവാസിയാണ്. അപ്പൊ ഈ ഒരു ബ്രേക്ക് കിട്ടിയ ആദ്യം ചെയ്യുന്ന എന്താ? എങ്ങോട്ടാ പോവാ? എനിക്ക് എന്റെ വീട് നമ്മളവിടെ ഒരു 2 വലിയ ഡാമുകള്, ഒരുപാട് കുളങ്ങള്, അതൊക്കെ തന്നെയാണ്. പ്രകൃതി മരണീയതയാണ് ചേച്ചി. അപ്പൊ പിന്നെ പ്രകൃതി മരണീയതല്ലടാ മലയാള എന്റെ ഒരു സ്കൂട്ടർ ഉണ്ട്. സ്കൂട്ടറിന്റെ മറ്റേ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ബുദ്ധനെ കയറ്റി നിർത്തും. വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അവൻ ഓടി വന്ന് കയറിയിരിക്കും. ഓക്കെ പോവാന്നുള്ള മൂടാണ്. ഞാൻ വിജി ഉണ്ടാവും,
അങ്ങനെ നമ്മളിങ്ങനെ നാട് കറങ്ങി നടക്കും, കുളത്തിൽ പോയി കുളിക്കുക. നമ്മുടെ പണ്ടത്തെ ഭാഷ പറഞ്ഞാൽ തെറ്റിച്ച് നടക്കുക. തെറ്റി അതന്നെയല്ലേ സെറ്റ്? ഓക്കെ, അതാണ് സാധനം, അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അറിയാം. നമ്മളുടെ ഈ പുതിയ നെക്സ്റ്റ് സോങ് വാട്ട് ഇസ് ഹാപ്പനിങ്, എന്താണ് അതിന്റെ ഒരു തീം? നെക്സ്റ്റ് സോങ് മോണോലോവ ഉണ്ടല്ലോ, മോണോലോവയുടെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ ആണ് അത്. ഈ 2 പാട്ടും ഒരേ സമയത്ത് എഴുതിയതാണ്. ഓ, അപ്പൊ അത് ലവ് സോങ്. ലവ് സോങ് എണ്ണക്കറുപ്പി എന്നാണ് അതിന്റെ പേര്. കാരണം ആ വേർഡിൽ നിന്നാണ് ഈ 2 പാട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 2 പാട്ടിലും ഈ വേർഡ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം. പിന്നെന്താ, ഇതൊരു ലേബലിന്റെ കൺട്രോളിലുള്ള ട്രാക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവണത്. ഒരു പാട്ട് ഇറക്കിയിട്ട് വേറൊരു പാട്ട് ഇറക്കാനുള്ള സമയം എടുക്കുന്നത്. ശരിക്കും ഒരുമിച്ച് ഇറക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇത് ഇച്ചിരി കൂടി ലൈക്ക് 2 പേര് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ലൈക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് ആ പാട്ട്. അതിലൊരു വരി ഞാൻ ഇത് പാട്ടായിട്ട് പാടാം. മാണിക്കത്ത് ഒരു മാണിക്കത്ത് വെറും കല്ലെന്ന് നിനച്ച് നീ കളയല്ലേ, അത് മാണിക്യം തന്നെയെന്ന് അറിയുമ്പോ മനസ്സിന്റെ ആഴത്തിലോ വന്ന് മുറിയില്ലേ. താരകത്ത് ഒരു താരകത്ത് ഒരു താരകത്ത് ഇന്ന് കണ്ടില്ല എന്ന് നീ നടിക്കല്ലേ, ആ താരകം മാനത്ത് മറയുമ്പോ ഇരുട്ടില് വഴിയറിയാതെ നീ തുടിക്കില്ലേ. തനിച്ചായ മനുഷ്യനും മനുഷ്യനല്ല, തനിമയിലാരും മണ്ണിൽ ജനിച്ചിട്ടില്ല, കരുവറയില്ലാതെ പിറവിയില്ല, കണ്ണീരില്ല കാവ്യമില്ല, ഇത് കാതലേ, വാളും പൂവും തമ്മിൽ മോതലേ, ആരും വീഴാ പോരല്ലേ, വീണാൽ താങ്ങാൻ നീയില്ലേ. അങ്ങനെ ഒരു പാട്ടാണ്. അങ്ങനെ ഒരു പാട്ടാണ് അത്. ഇറ്റ് സൗണ്ട്സ് അമേസിംഗ്. സോ ദിസ് ഈസ് ഒരു മോണോലോവന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ ആണ്. നൈസ്. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ഒരു റാപ്പിഡ് ഫയർ. പെട്ടെന്ന് ചോദിക്കാം, പെട്ടെന്ന് പറയാമെങ്കിൽ പറഞ്ഞോളൂ. റെഡി? ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. പണ്ടത്തെക്കാളും കൂടുതൽ ഇന്ന് വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം? മനുഷ്യർ. ഞാനാണോ? ഡിസിപ്ലിൻ. വീട്ടിലുള്ളപ്പം ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം? വീട്ടിലുള്ളപ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അടുക്കളയിൽ പോയി പണിയെടുക്കുക, അപ്പൻ്റെ കൂടെ ഇരിക്കുക. ചേച്ചി ചേട്ടത്തിയമ്മ ഉണ്ടാവും, പുള്ളിക്കാരിയാണ് അടുക്കള. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണ് വീടിന്റെ അടുക്കള. ഓക്കെ, വേടന്റെ എഴുത്തിനെ ഏറ്റവും കൂടുതൽ ഫ്യൂല് ചെയ്യുന്ന ഇമോഷൻ എന്താ? മേ ബി പോരാട്ടവീര്യം. പോരാട്ടവീര്യം. ഇന്നും പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യം? ഇന്നും പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യം ഹിസ്റ്ററി. മോനെ റീസെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം? വാട്ട് ഹെൽപ്സ് യു റീസെറ്റ്? റീഡിങ്. സ്വന്തമായി എഴുതിയ ഏതെങ്കിലും വരിയുണ്ടോ ദാറ്റ് മേക്സ് യു സ്കേർഡ് ഓഫ് ഇറ്റ് ആസ് വെൽ? സ്വന്തമായിട്ടുള്ള ഒരു വഴി ദാറ്റ് ഇസ് വെരി പ്രൊഫൗണ്ട് എന്ന് പറയില്ലേ? അങ്ങനെ ഈ അടുത്ത് അങ്ങനത്തെ ഒരു പാട്ട് വേണോ പുറത്ത് വേണോ എഴുതണോ എന്നുള്ളൊരു ഇതിലാണ്. വേദനയ്ക്കൊരു മുഖമുണ്ടെങ്കിൽ എന്നെ നോക്കി ചിരിച്ചേനെ, നോവുകൾക്കിരു കൈയുണ്ടെങ്കിൽ എന്നെ മാറിലണച്ചേനെ. അങ്ങനെ ഒരു സാധനം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കത് പാട്ടാക്കണോ വേണോ, അത് ആൾക്കാരെ ഏത് രീതിയിൽ ഇമ്പാക്ട് ചെയ്യും ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. നോക്കട്ടെ. ദാറ്റ് ഇസ് ദ പവർ ഓഫ് വേർഡ്സ്. ഇപ്പം വേടന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. വേടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ടൊരു ചോദ്യം ഉണ്ടോ? ഇതുവരെ ചോദിക്കാത്ത ചോദ്യം ഉണ്ടോ? സുഖാണോ? പൊന്നുമോനെ ആരും ചോദിക്കാറില്ല. ഇല്ല, നീ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയല്ല, പക്ഷെ എന്നാലും ചേച്ചിയെങ്കിലും ചോദിക്കാം, സുഖാണോ? ടു ക്യൂട്ട്. മേക്സ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ആൻ ഇമ്പാക്ട്. ഒരു ഇൻസ്റ്റന്റ്ലി മനെ കാം ചെയ്യുന്ന ഒരു സാധനം, പെട്ടെന്ന് തന്നെ കാമാക്കി കളയും. 2 കാര്യങ്ങളുണ്ട്. നേച്ചർ, എസ്താസ്തോനെ. What's Estastone? Estastone is an artist. Oh. അയാൾ ഒരു ഗിറ്റാറിസ്റ്റ് ആണ്, ഒരു ക്ലാസിക്കൽ ഗിറ്റാറിസ്റ്റ്. Where is he from? ഏതോ യൂറോപ്യൻ. European. ഒന്ന് ട്രൈ ചെയ്യണ പുള്ളിക്കാരൻ. Estastone. I'll check him out. Okay, her, him. Okay. ഇഷ്ടപ്പെട്ട ഒരു സിമ്പിൾ പ്ലെഷർ? ചീത്തക്കാരിയായിരിക്കും, പറയണ്ട, മനസ്സിലായി. ഒട്ടും വറി ചെയ്യാത്തൊരു കാര്യം? പണ്ടൊക്കെ ഭയങ്കര ആലോചിച്ച ഒരു കാര്യം, ഇപ്പൊ ഒരു വറിയില്ല? ഇപ്പൊ ഒരു വറിയില്ലാത്തത് ഫാമിലി. പണ്ട് പറയായിരുന്നോ? പണ്ട് ഭയങ്കര എന്താ ഇത് ഇങ്ങനെ. ഇപ്പൊ മൈ ഫാമിലി ഈസ് ഹെവൻ. ആക്ച്വലി വൺ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് യുവർ പ്രസന്റ് സ്റ്റേറ്റ്, ഇന്നത്തെ ഈ ഒരു സ്റ്റേറ്റിനെ കുറിച്ച്? ഹാപ്പി. ആൻഡ് വിട്ടുകളയാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി സംസാരിച്ചു അതിനെക്കുറിച്ച്. ഒരു ആഗ്രഹം, നെക്സ്റ്റ് ഡ്രീം?
അയ്യോ, അതൊരു വസ്തുവിനോടുള്ള ഒരു ആഗ്രഹമാണ്. ആ, അത് പെട്ടെന്ന് കയറി വന്നതാണ്. കുഴപ്പമില്ല, ഡ്രീം അല്ലേ, നമുക്ക് അത് ആഗ്രഹിക്കാലോ. ഒരു കാർട്ടിയർ ടാങ്ക്. വൈ നോട്ട്? അപ്പൊ എത്ര അത് പോവും? അതൊരു 3 റുപ്യൊക്കെ ബേസ് മോഡൽ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. കുഴപ്പമില്ല. ഞാനത് ഒരു ആ. എന്താണ് ആ ബ്രാൻഡിനോടും ആ ഒരു മോഡലിനോടും ഉള്ളൊരു ഇഷ്ടം? മറ്റേ ഇയാളുണ്ടല്ലോ, ഉം. ഏഹ്, ഏതോ ഇഷ്ടപ്പെട്ട ആള്. ആ മാസ്ക് പടത്തിനകത്തൊക്കെ അഭിനയിക്കുന്ന പിന്നെ ആ, ജിം 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 കാരി. ക്യാരി. ആ, ഐ ജിം ലവ് ഹിം. ജിം കാരി ഒരു ഫംഗ്ഷനിൽ ആ, ഈ സാധനം ഇട്ടിട്ട് വന്നതാണ്. ആ, ഇങ്ങനെ കണ്ട വഴിക്ക് ഓക്കെ. ഇതാണ് എനിക്ക് ഈ റൗണ്ട് ഷേപ്പിലുള്ള ഇതിനേക്കാളും എനിക്കിത് ഇങ്ങനത്തെ ആ ആ, ഷേപ്പാണ് ഇഷ്ടം. അപ്പൊ അത് പിന്നെ ക്ലാസിക് വാച്ചുകൾ എനിക്ക് ഇഷ്ടമാണ്. ആ. അപ്പൊ അത് വെറുതെ ഇങ്ങനെ ഒരു ആഗ്രഹം, ഓക്കെ അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു ഞാൻ. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞ ഇപ്പൊ എന്തായാലും ഒരു ആഗ്രഹം, വലിയൊരു ഡ്രീം നമുക്കിപ്പോ നമ്മളൊക്കെ ആഗ്രഹിക്കണം. ആ, ഇപ്പൊ കുറെ ആഗ്രഹങ്ങൾ ദൈവം കൊണ്ട് തന്നിട്ടുണ്ട്. കുറെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലേ കുറച്ചൊക്കെ അതെ, നടത്തുള്ളൂ. അപ്പൊ 2-3 കേക്കട്ടെ, മാനിഫെസ്റ്റ് ചെയ്യാം നമുക്ക് ലൗഡായിട്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ആ, ലാൻഡാണ്. ഒരു വീട്. ഒരു വീട്, ലാൻഡ്. നമുക്ക് വീട് എന്ന് പറയുമ്പോഴേ നമുക്ക് മണ്ണ് വേണം കുറെ. എനിക്ക് മണ്ണിലൊക്കെ ചവിട്ടി നടക്കാൻ പറ്റുന്ന. പിന്നെ ഞാൻ ഭയങ്കര, എനിക്ക് മനുഷ്യരല്ലാണ്ട് കുറെ ജീവികൾ വേണം കൂടെ. ഉം. എന്നാലേ ഞങ്ങൾക്ക് എൻ്റെ ഒരു ഒരു ദിവസം ഒരു നായേനെയോ പൂച്ചേനെയോ കണ്ടില്ലെങ്കിൽ തന്നെ ഞാൻ ബേജാറായി പോകും. ഉം. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ലൈക്ക്. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ചിലപ്പോൾ നായ്ക്കൾക്കാവുന്ന ഞാൻ നീ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പാട്ട് എഴുതണം കേട്ടോ. ഓ, ഉണ്ട് ചേച്ചി. കേട്ടാ, നാൽക്കാലികൾക്ക് വേണ്ടി ഒരു വേണം. പാട്ടുണ്ട് ചേച്ചി. ഐ തിങ്ക് സഹജീവികൾക്ക് വേണ്ടി ഒരു ഐ പാട്ടുണ്ട്. തിങ്ക് സംതിങ് ഷുഡ് കം. അങ്ങനെ റെവല്യൂഷണലൈസ് ചെയ്യുന്ന എന്തോരം കാര്യങ്ങളാണ് മോനെ സംഗീതത്തിലൂടെ ആൾക്കാർ എഫക്റ്റ് ആവുന്നത്. ഐ ഫീൽ വി നീഡ് പീപ്പിൾ ആൻഡ് വോയിസസ് ലൈക്ക് യു. ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരെ സംസാരിച്ച. അത് മൈക്കിൾ ജാക്സന്റെ ദി എർത്ത് എർത്ത് song. എനിക്ക് അങ്ങനെ ഒരു പാട്ട് ചെയ്യണം Yeah, എന്നൊക്കെ ഭയങ്കര you ആഗ്രഹം. should. You should. Yeah, that would be something. ആഗ്രഹം. ഇനി വേറെ ആഗ്രഹം എന്താ? മണ്ണ്, മണ്ണ്, കാർട്ടിയർ. ആ, ആർട്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച കുറച്ച് കല, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആർട്ട്. ആ, ഓ താങ്ക് യു ചേച്ചി പറഞ്ഞത്. ഞാൻ ഈ ലോക്കൽ ആർട്ടിസ്റ്റുകളുടെ ആർട്ടുകൾ വാങ്ങാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ഒരു ശീലമാണ്. കാരണം ഇപ്പോഴാണ് കയ്യിൽ കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ആ സാധനം ഓക്കെ ആർട്ട് വാങ്ങി വെക്കാൻ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ബ്ലേഡ് കളക്ഷൻ ഉണ്ട്. ഈ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ കത്തീനെ കേട്ടോ, ആ, ഇവരുടെ ഭാഷയിൽ ബ്ലേഡാന്ന് നമ്മളത് തോന്നുന്നു. ബ്ലേഡ് എന്നാണ് പറയും. അപ്പൊ ഞാൻ ഭയങ്കര ബ്ലേഡ് പ്രാന്തനാണ് ഞാൻ. Okay. ഞാൻ ഇതുകൊണ്ടാണ് നിന്റെ പ്രശ്നങ്ങളിൽ 1 by 1 കേറുന്നത്. ഇല്ല, അതൊരു കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് കളക്ഷന് അതെ, വേണ്ടി അതെ. ബ്ലേഡൊക്കെ വാങ്ങുന്നത്. അപ്പൊ കുറെ ഉണ്ടോ കയ്യില്? കുറച്ചുണ്ട്. അപ്പൊ ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവിടത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടു. ഞാൻ ഒരുപാട് കാലം ഒരു ജാംബിയ, അതൊരു യമനീസ് നൈഫാണ് ജാംബിയ. ഞാൻ കുറെ ആയി അത് ഒരെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും യമനിൽ പോകാൻ പറ്റുമ്പോൾ അത് ഒരെണ്ണം വാങ്ങണം. അവിടുത്തെ ഏതെങ്കിലും ബ്ലാക്ക് സ്മിത്ത് പണിത് എന്റെ കണ്ണിന്റെ മുന്നിൽ കാണണം ഇത് പണിത് എനിക്ക് തരണത്. അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അത് ഞാൻ വേഗം ചെയ്യുന്നതാണ്. പിന്നെ ജപ്പാനിൽ നിന്ന് എനിക്കൊരു വാക്കിസാഷി വേണമെന്നൊരു ആഗ്രഹം. വാക്കിസാഷി ഈസ് മിനിയേച്ചർ ഓഫ് കട്ടാന. അതൊരു സെക്കൻഡറി അല്ല, അതിനും താഴെയുള്ള ഒരു വെപ്പണാണ്. അപ്പൊ എല്ലാവരും വിചാരം ഞാൻ വേറെ ഇതിലേക്ക് പോയി എന്നാലും പറഞ്ഞുതരാം. എല്ലാവരും വിചാരം സാമുറൈസിന്റെ പ്രൈമറി വെപ്പൺ കട്ടാനയാണ്. കട്ടാന ഈസ് ആക്ച്വലി സെക്കൻഡറി വെപ്പൺ. പ്രൈമറി വെപ്പൺ ഇതാണ് കുന്തമാണ്. കുന്തമാണ് ഒരു പ്രൈമറി വെപ്പൺ. സെക്കൻഡറി വെപ്പണാണ് കട്ടാന. അതിനും താഴെ ഉപയോഗിക്കുന്നതാണ് വാക്കിസാഷി. വായിക്കണം ഇപ്പൊ മനസ്സിലായില്ലേ? വായനയിലൂടെയല്ലേ ഇതൊക്കെ. അപ്പൊ വാക്കിസാഷി ഇത്രയുള്ളൂ. അത് ഡമാസ്കസ് സ്റ്റീൽ എന്ന് പറയും. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇരുമ്പുകൾ കൂട്ടി ഒന്നാക്കിയിട്ട് അടിച്ചുണ്ടാക്കുന്നതാണ് ഡമാസ്കസ്. അത് ഭയങ്കര നാച്ചുറൽ ലെയേഴ്സ് ഉണ്ടാവും അതിന്. ജപ്പാനിലെ ഡമാസ്കസ് സ്റ്റീലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല റീജിയണിൽ നിന്നുള്ള മണ്ണുകൾ എടുത്തിട്ട് മണ്ണിൽ നിന്ന് ഇരുമ്പെടുത്ത് ഇത്ര ഉണ്ടാവുള്ളൂ ആ ബോള്, ആ ഇരുമ്പുകളുടെ കട്ട. ആ ബോള് ഒരുപാട് ദിവസങ്ങളെടുത്ത് അടിച്ച് പരത്തി ഉണ്ടാക്കുന്നതാണ് ഈ വാക്കിസാഷി. അപ്പൊ അത് ഭയങ്കര പ്രീമിയം ആണ്. അത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്കൊരു വാക്കിസാഷി എന്റെ ഹാളില് ഇങ്ങനെ ആഗ്രഹം നടക്കട്ടെ. തീർച്ചയായും. വേണ്ട സംഗീതം ഉണ്ടല്ലോ, അതൊരു എക്സ്പ്രഷൻ ആണല്ലോ, പേഴ്സണൽ എക്സ്പ്രഷൻ. അത് ഒരു എക്സ്പെക്ടേഷനായി മാറി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പം? ഒരുപാട് ആൾക്കാര് ലൈക്ക് ഞാൻ പൊറാട്ട കവിതകളാണ് എന്റെ ഒരു ജോണറായിട്ട് ഒരുപാട് ആൾക്കാർ കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ജോണറിൽ സ്റ്റക്കായി പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ സ്റ്റക്കായി പോകും ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ എന്നെ തന്നെ അതിനെ സമ്മതിക്കില്ല. എനിക്ക് ഗസൽസ് ഒക്കെ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ
നസ്രത്ത് ഫത്തേ അലി ഖാന്റെ ഏറ്റവും വലിയ ഫാൻ ഞാനായിരിക്കും ചിലപ്പോ. റിയലി? വെറുതെ പറയണേ. എന്നിട്ട് നമുക്ക് ട്രയൽ അടിക്കാം. ഏത് പാട്ടാ? ഉം, ഈ പാട്ട് അങ്ങനെ ഉം, ആൾക്കാരധികം കേട്ടിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല. मेरा गम और मेरी जिंदगी तुमसे है, मेरा गम और मेरी जिंदगी तुमसे है, जाने मन ए मेरी जिंदगी तुमसे है. ഭയങ്കര അത് തുടങ്ങണതൊക്കെ ഭയങ്കര ഇത് ലല്ലല്ലലലല, ലല്ലലലലല, 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 ലല്ലലാ, ലലലാ, ലലലാ, ലലലാ. അത് ഇങ്ങനെ പോവും. ഞാൻ കൊളാക്കി തോന്നുന്നു. ഇല്ല, അത് കുഴപ്പമില്ല. നുസ്രത്ത് ഫത്തേ അലി ഖാനാണ്, അതുകൊണ്ട് നമുക്കിങ്ങനെ കേട്ടിരിക്കാനേ പറ്റൂ. അപ്പൊ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗസൽസ്. അതേമാതിരി തമിഴ് ഗസൽസ് ഒക്കെ കേൾക്കും ഞാൻ. ഉമ്പായി എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് അത് ഇപ്പൊ എന്റെ സൗണ്ട് ശരിയല്ല, എനിക്ക് പാടാൻ പറ്റുന്ന ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ ഒരു ഗസലൊക്കെ ചെയ്യണം. നൈസ്. അതാണ് അടുത്ത ഒരു പരിപാടി. ഇപ്പം യുവർ മ്യൂസിക് അത് പേർപ്പസ് ഡ്രിവൺ ആണോ? ഇപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഒരു സബ്ജക്റ്റ് ഏരിയ കവർ ചെയ്യുന്നുണ്ടല്ലോ. ഫസ്റ്റ് റിലീസാണെങ്കിലും അതിനുശേഷം വന്ന ഓരോ ഗാനങ്ങളും ഓരോ ഏരിയ, ഒരു മേഖല, ഒരു ഒന്നുകിൽ പൊളിറ്റിക്കൽ ആവാം, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, അത് ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന രീതിയിൽ ചെയ്യുകയാണോ, മാറ്റം വരുത്തണം എന്ന രീതിയിലാണോ ചെയ്യുന്നത്? അല്ല, അത് ഇപ്പോ എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ എന്റെ പാട്ടുകളിലൂടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരാളായിട്ടൊന്നും ഞാൻ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ തുടർച്ചയായി ബാബാ സാഹേബിനെ വായിക്കുകയും നമുക്ക് അങ്ങനെയാണ് ഞാൻ കാണുന്ന സൊസൈറ്റി ഇങ്ങനെയായിരിക്കും മാറുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനൊരു നല്ലൊരു കോഴ്സാവുക എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്റെ എക്സ്പ്രഷനാണ്. അത് നാച്ചുറലി എന്റെ എഴുത്തിൽ അങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, അത് എനിക്ക് ഒരു പുൽക്കൊടിയെ കുറിച്ച് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പുൽക്കൊടിയുടെ പോരാട്ടത്തെ കുറിച്ച് എഴുതാൻ എനിക്ക് നാച്ചുറലി വരുള്ളൂ. അപ്പോ അത് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല, നാച്ചുറലി നടക്കണത്. So you were born with it, ഈ വിപ്ലവം. ഞാൻ അച്ഛന്റെ കയ്യിൽ നിന്ന് കുറെ പാട്ട് കിട്ടി, അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് പാട്ട് കിട്ടി. ഇത് എവിടെ നിന്ന് കിട്ടി ഈ ഒരു ത്വര? ഞാൻ തന്നെ ഞാൻ വായനയിലൂടെ. മേ ബി എന്റെ ആൻസസ്റ്റേഴ്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു അവിശ്വാസിയാണെന്ന്. But it's okay, we can be both. No, I don't like people നമ്മളൊരു ബ്രാക്കറ്റിലിട്ട്. പക്ഷെ ഇതൊരു സൂപ്പർ നാച്ചുറൽ പവർ ഒന്നുമല്ല. പക്ഷെ എന്റെ ആൻസസ്റ്റേഴ്സ് എവിടുന്നോ എന്നെ കാണുന്നുണ്ട്, അവര് തന്നിട്ടുള്ള കല എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഭയങ്കര പേഗൻ ആയിട്ടുള്ള ഒരു തോട്ടാണ്, നമ്മുടെ മണ്ണിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ചിന്ത. അതെ, ഞാൻ ഭയങ്കര ഫാനാണ്. ഞാൻ ഒരു ഭയങ്കര ഐ ബിലീവ് ഇൻ ദ പവർ ഓഫ്. തീർച്ചയായും ഞാൻ ഫ്ലോറിലൊക്കെ കയറുമ്പോഴേ എന്റെ ആൻസസ്റ്റേഴ്സ് എന്റെ കൂടെ വരാറുണ്ടെന്നൊക്കെ ഞാൻ ഇമാജിൻ ചെയ്യും. അത് എനിക്കൊരു എനർജിയാണ്. Because then you have the power of them behind you. ഒരുപക്ഷെ അതായിരിക്കാം നിന്റെ സ്റ്റേജ് ഷോസ് ഒക്കെ അതിനൊരു എനർജി ഇല്ലേ? Do you feel the magic അവിടെ നിൽക്കുമ്പോൾ? ഞാൻ ചിലപ്പോൾ ട്രാൻസിലൊക്കെ പോകാറുണ്ട് ചില പാട്ടുകളിലൊക്കെ. അപ്പൊ അത് വേറൊരു സാധനമാണ്. I know. അത് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി മ്യൂസിഷ്യൻസ് ആൻഡ് ഡാൻസേഴ്സ്, അവർക്ക് കുറച്ചുകൂടി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ഡിവൈൻ ഒരു ആളെ മാറ്റിക്കളി വിനീതേട്ടനെ പൂച്ച കുഞ്ഞ ചില സമയത്ത് കേറി കഴിഞ്ഞാണ്ടല്ലോ അതാണ് അതിന്റെ ഒരു ആ ട്രാൻസിനെ കത്തിക്ക് ആ മനുഷ്യൻ പോണതാണ്. അതെ, അതാണ് ഒരു മ്യൂസിഷ്യൻ ഫ്രെഡി മെർക്യൂറി. ആള് പുറത്തെങ്ങനെയാ ഫ്ലോറ് കയറി കഴിഞ്ഞാൽ ആളങ്ങോട്ട് മറ്റേ അങ്ങനെയാണ്. പഴയ പ്രാന്തമാര് കുറെ പേരുണ്ടല്ലേ, മറ്റേ ജാക്സൺ. Oh, you God. No, but then there's so many of them. Some Jimi Hendrix ഒക്കെ സംസാരിക്കുന്നുണ്ടേ. എനിക്ക് ഇന്ന ഇഷ്ടമാണല്ലോ, അതിനിപ്പോ എന്താണോ അങ്ങനെയാണല്ലോ, ഒരു പാവം മനുഷ്യൻ. പക്ഷെ ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് ഫ്ലോറിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറൊരു സാധനമാണ്. As an artist and as ഒരു ആർട്ടിസ്റ്റ്, ഈ രണ്ടുപേരും തമ്മിലുള്ള വേടന്റെ വ്യത്യാസം എന്താണ്? ആർട്ടിസ്റ്റ് ആയ വേടൻ, ആർട്ടിസ്റ്റ് അല്ലാത്ത വേടൻ. അതോ ഫുൾ ടൈം നീ ആർട്ടിസ്റ്റ് ആണോ? അല്ല, അതോ ഫുൾ ടൈം മറ്റതാണോ? അല്ല, ആർട്ടിസ്റ്റ് ആയ വേടൻ എന്ന് പറഞ്ഞത് ഇച്ചിരി കൂടി ഉത്തരവാദിത്തം വേണ്ട ഒരാളാണ്. മറ്റേത് ഞാൻ എന്റെ അച്ഛൻ്റെ അനിയനും എന്റെ അച്ഛന്റെ മോനും എന്റെ ചേട്ടനനിയനും എന്റെ സഹോദരിക്ക് ചേട്ടനും ഒക്കെ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ആ ലൈഫും ഈ ലൈഫും ഞാൻ ഒരുപോലെ
ഈ ലൈഫ് ഉള്ള കാരണമാണ് എനിക്ക് ആ ലൈഫ് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. ബാലൻസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. അപ്പോൾ രണ്ടിലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട് ഷോ ചെയ്യാനുള്ള സ്ഥലം ഏതാ? എവിടെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്ന ഷോ ചെയ്ത് ഓഡിയൻസ് വൈസ്? തിരുവനന്തപുരം. റിയലി? സീരിയസ്ലി. വൈ? ഐ തോട്ട് കോഴിക്കോട് അങ്ങോട്ട് പറയുന്നു. അവിടെ എന്താ കാരണം? തിരുവനന്തപുരം അത് ഈ എറണാകുളത്തിനും അപ്പുറത്തേക്കാണ്, സൗത്ത് സൈഡിലേക്കാണ്. ആ കാരണം സൗത്ത് സൈഡിൽ ആണ് എൻ്റെ ഭാഷ ഇച്ചിരി കൂടി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതായിട്ട് ഞാൻ ഉണ്ടാക്കണത്. ഒരു ദിവസേ ആ, കൊല്ലത്ത് കടലമ്മ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോ, ഉം. ഷോ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഒരമ്മ വന്നിട്ട്, കൂടുതൽ അമ്മമാര് വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും, ചക്കരമ്മയൊക്കെ തരുന്ന പരിപാടിയൊക്കെ നടക്കുമല്ലോ, ഉം. അതൊക്കെ എനിക്ക് സൗത്തിൽ നിന്നിട്ടാണ്. അവരെന്നെ സ്നേഹിക്കുന്ന മാതിരി ഞാൻ വേറെ എനിക്ക് അവിടെ നിന്ന് റിസീവ് ചെയ്തേക്കണ അത്രയും സ്നേഹം വേറെ ഈ സ്നേഹം ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ ഐ കീപ് തിങ്കിങ് ഈ സ്നേഹം ഈ മ്യൂസിക്കും എഴുത്തും കാരണം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. ചെറുപ്പത്തില് ആ ഒരു ആ, ഒരു ഇല്ലേ? അല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഒരുപാട്. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ ഒരു ദളിതായിട്ടാണ് ഞാൻ ജനിച്ചു തുടങ്ങുന്നത്. അപ്പൊ യു ക്യാൻ ഇമാജിൻ ഇറ്റ്. I can't. That's the problem. Sorry. You understand. Yeah, I want you to know. yeah. That is why it is so, and which makes me so proud. വേടൻ that ഇപ്പം വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മോൻ ആ സമൂഹത്തിന് ഒരു 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 ലൈറ്റ് ഓഫ് ഹോപ്പ് എന്നൊക്കെ പറയില്ലേ, ബീം ഓഫ് ലൈറ്റ്. ബിക്കോസ് ഞങ്ങൾ കുറെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് ഭയങ്കര ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അടി കിട്ടിയവനെ മാത്രമാണ് ആ വേദന മനസ്സിലാവുള്ളൂ. അത് വേറെ ആൾക്ക് അടിയുടെ വേദന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക. പക്ഷെ എനിക്ക് അതിലൊരു സന്തോഷമുള്ളത്, ഈ അടി കിട്ടാത്തവരുണ്ടല്ലോ, ഇത് ഈ വേദന മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടി അവൻ ആ വേദന എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചി. അതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു ബ്ലെസ്സിങ് അതാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സുഹൃത്തുക്കള്, ഒരുപാട് സാമൂഹിക പ്രവർത്തകരെ എനിക്കറിയാം, അടി വാങ്ങാത്തവര്, അടീനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ആ മനസ്സിലാക്കലിന് രണ്ട് കാര്യം വേണം. ഒന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ്, രണ്ട് മനസ്സിലാക്കിപ്പിക്കാനുള്ള ആൾക്കാർ. മനസ്സിലായി? ഇതിന്റെ ഒരു ബേസിക് സാധനം വിവേകം എന്നുള്ളതായിട്ടാണ് ഞാൻ കരുതുന്നത്. ഭയങ്കര വിവേകികളായിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഒരു കുറെ വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല. ഒരു വിവേകിക്ക് കോമൺ സെൻസ്, ഒരു വിവേകിക്ക് സഹജീവിയെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഏരിയയിലായിരുന്നു സ്ട്രഗിൾ ഫോർ ഹിരൺദാസ്? വേടന് സ്ട്രഗിൾസ് കുറവായിരിക്കുമല്ലോ, ബിക്കോസ് വേടൻ എന്ന വലിയ ഒരു ആർട്ടിസ്റ്റ് ആയ ശേഷം അതൊക്കെ മാറിയല്ലോ കുറെയൊക്കെ. ഇല്ല, അത് അങ്ങനെ മാറുന്ന ഒരു സിസ്റ്റം അല്ല ഇന്ത്യയിലെ കാസ്റ്റ്. ഓക്കെ. അപ്പൊ അതിനി ഒരു 100 വർഷത്തേക്ക് മാറാൻ പോകുന്ന ഒരു കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരു പരിപാടി, ഞാൻ ഇവിടുത്തെ കാസ്റ്റ് കാറ്റിന് മണി കെട്ടുകയാണ് ചെയ്തത് എന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മൈത്രയൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശ്വസിച്ചു. ഞാനതിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യയിലെ കേരളത്തിലെ ജാതിപൂജയ്ക്ക് മണികെട്ട് മാത്രമാണ് ചെയ്തത്. ആ പ്രോസസ്സാണ് ഞാൻ ചെയ്യണത്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൂച്ച നടന്നു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും ചേച്ചി. അത് വേണം കിട്ടിയ മണിയാണ്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പിന്നെ ഇത് ഒരു 50 ബാബാ സാഹിബ് അംബേദ്കറെ കൊണ്ടും 10,000-കണക്കിന് വേടനെ കൊണ്ടും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഒരുപാട് കാലം സമയം എടുത്ത് മാറേണ്ട ഒരു പ്രോസസ്സാണ്. അത് മാറും തീർച്ചയായും. കാലം മാറ്റാത്ത ഒന്നുമില്ല ചേച്ചി. മൈക്ക് ടൈസൺ പറഞ്ഞിട്ടില്ലേ, മൈക്ക് ടൈസൺ ഏറ്റവും ടഫായിട്ടുള്ള പോരാളി ഓപ്പണന്റ് ആരാണെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു സമയം. You cannot beat time. You can't. Time is the superior fighter. Who's your favorite non-independent music? Commercial singing ലേക്ക് കടക്കുമ്പോൾ ആരുടെ പാട്ടുകളാണ് ഇപ്പം? വോക്കലിസ്റ്റ്. അയ്യോ, അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ. കമേഴ്ഷ്യൽ, സൂപ്പർ കമേഴ്ഷ്യൽ. മലയാളത്തില് ഹിന്ദി, തമിഴും ഉണ്ടല്ലോ. തമിഴും ഇയാൾക്ക് ഇഷ്ടപ്പെട്ടത് അറിവ് കമേഴ്ഷ്യൽ അല്ല. ഡാപ്സിയുടെ വോക്കൽസ് എനിക്ക് ഇഷ്ടമാണ്. പുതിയ ആർട്ടിസ്റ്റുകൾ, അവന്റെ വോക്കൽ കൺട്രോൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ സൈനോര ചേച്ചിയുടെ മാഡ് ഫാനാണ് ഞാൻ. അവരെന്നെ ക്യാരി ചെയ്യുന്ന അവര് ഫ്ലോറിൽ എങ്ങനെയാണെന്നുള്ള സാധനം പിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടിയില്ലേ ഡബിങ്ങിന്. അതാണ് ഈ കോമഡി, അതാണ് ഏറ്റവും വലിയ വിറ്റ്. പിന്നെ ഈ അടുത്ത് ഞാൻ ഇങ്ങനെ
അയ്യോ ഇവരെന്ത് തേങ്ങയാണ് ഈ കാണിക്കണത് എന്ന് ഞാൻ ഞെട്ടിപ്പോയത്. ഗൗരി ലക്ഷ്മി ഷീസ് എ ഫാന്റാസ്റ്റിക് സിംഗർ ആക്ച്വലി. എഴുതുകയും ചെയ്യും അല്ലേ? എഴുതുകയും ചെയ്യും പുള്ളിക്കാരി. എനിക്ക് എന്താ അത്ഭുതമായി പോയെന്ന് വെച്ചാണല്ലോ, ഞാനൊരു പെർഫോമർ ആണല്ലോ, പുള്ളിക്കാരി പാടുക മാത്രല്ലേ ചേച്ചി, പുള്ളിക്കാരി ഡാൻസ് ചെയ്യും. ഈ വലിയ റാമ്പിന് ഈ റാമ്പിന്ന് ആ റാമ്പ് വരെ ഓടിയിട്ട് അടുത്ത വേഴ്സ് ഫിനിഷ് ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയണം. പുള്ളിക്കാരി മറ്റേ 14ാം രാവിന്റെ പോലെ വന്നല്ലോ, അതിന് ഒരു അമുക്ക് ഡുമുക്ക് അമാൾ ഡുമാൾ ഡാൻസ് കളിച്ചിട്ട് പിന്നെ ഈ പുള്ളിക്കാരി വീണ്ടും അത് പെർഫോം ചെയ്യണം. ഓൺ ദി ഡോട്ട് അല്ലേ? ഞാൻ അതുകൊണ്ട് ഞെട്ടിപ്പോയി. പിന്നെ ആരൊക്കെയാ, പിന്നെ ഹരീഷ് അണ്ണൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. Yeah. ആ അതൊക്കെ തന്നെ. അങ്ങനെ കുറെ പേര്. പിന്നെ എനിക്ക് പഴയ MS വിശ്വനാഥനില്ലേ, പിന്നെ MS വിശ്വനാഥന്റെ ഭയങ്കരമായ ഫാനാണ് ഞാൻ. ഞാനൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? നമ്മുടെ സ്റ്റാർ സിംഗറില് എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ചേച്ചി. അങ്ങനെ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു ഞാനും. കുറെയൊക്കെ പുള്ളിക്കാരന്റെ വോക്കൽ എനിക്ക് കുറെ അമേസിംഗ് ആയ കോമ്പോസിഷൻസ് ഉണ്ട്. അടിപൊളിയാണ്. ഒരു അങ്ങനെ തോന്നാറുണ്ടോ? ഇപ്പൊ വേടൻ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ന്യൂ ഏജ് ഇൻഡിപെൻഡന്റ് ജോണർ റാപ്പ്, അതൊക്കെ ഭയങ്കര പുതിയതായ ഒരു മൂവ്മെന്റ് ആണ്. പണ്ടൊക്കെ ഈ പണ്ടത്തെ സംഗീതത്തിലാണ് കൂടുതൽ സംഗീതമുള്ളത്, മ്യൂസിക്കാലിറ്റി ഉള്ളത് എന്നൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പം അതിനൊരു ഉത്തരമായിട്ട് വാട്ട് വുഡ് യു സേ? അവർക്കുള്ളൊരു ആൻസർ അത് ഭയങ്കര റോങ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇപ്പോ കൂടുതൽ മെലഡീസ് ഉള്ളത് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് ഇപ്പോഴാണ് മ്യൂസിക് ഈസ് ബെറ്റർ ദാൻ ദ ഓൾഡ് സ്കൂൾ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫെസിലിറ്റീസ് ഉണ്ട് ചേച്ചി. ഇപ്പൊ ടെക്നിക്കൽ സൈഡൊക്കെ നമ്മൾ ഭയങ്കര സുപ്പീരിയർ ആണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ കേരള ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള മെലഡി ലൈക് മ്യൂസിക്കിന്റെ ലെയേഴ്സ് കൂടിപ്പോയി. ലൈക് പഴയ സംഗീത സംവിധായകര് ലൈക് ഒരു ലിമിറ്റഡ് ഏരിയയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മാതിരിയല്ല ചേച്ചി, ഇപ്പൊ ലെവല് മാറിപ്പോയി. പഴയത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയോ, അത് നമ്മളതിന് ഒരുപാട് കാലത്ത് നമ്മളത് കേൾക്കണ കാരണേ നമുക്കതൊരു നൊസ്റ്റാൾജിയാണ്, ഫീലിംഗ് ആണ്. അങ്ങനത്തെ ഒരു സാധനം കൂടി അതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ. ലൈക് അപ്പൊ അത് കാരണം പുതിയ സംഗീത പൊട്ടയാണെന്നല്ല, നമുക്ക് ഇച്ചിരി കൂടി ഗൃഹാതരിത്വം ഫീൽ ചെയ്യുന്നത് ഓക്കെ പഴയ പാട്ടൊക്കെ അല്ലേ, നമ്മുടെ നാട്ടിൽ പോണ പോലെ അങ്ങനത്തെ ഒരു സാധനമാണ് അത്. അതാണ് അതിന്റെ ഇടയിൽ നിന്ന് കളിക്കണ ഒരു ഇത്. അങ്ങനത്തെ വല്ല പാട്ടുണ്ടോ വേടൻ കേൾക്കുന്ന പഴയ പാട്ടുകൾ? ഈ ബിക്കോസ് യുവർ സ്റ്റൈൽ ഇസ് സോ ഡിഫറെന്റ്. എനിക്ക് ആഗ്രഹം വേടൻ അങ്ങനത്തെ കാര്യങ്ങൾ ഏതൊക്കെയാണ് കുറച്ച് കേൾക്കാൻ. തമിഴ് തമ്പി പടം പ്രഭുവിന്റെ അതില് അതിനകത്ത് അതിനുള്ള എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. അതില് ഊർഗോലം ഓടും പൊന്നിയാറും എന്റെ വീട് എനിക്ക് പഴയ തടപ്പറമ്പില് സ്ഥലത്ത് കോളനി എനിക്ക് ഓർമ്മ വരും. കാരണം അപ്പൻ ഭയങ്കര സംഗീത പ്രേമിയാ, പാട്ടിൽ ഈ ചത്തുകൊണ്ടൊരു മനസ്സിലാണ്. അപ്പൊ പുള്ളിക്കാരന്റെ കയ്യിൽ എപ്പോഴും എന്റെ അപ്പം വരുന്നത് ഒരു 100 മീറ്റർ മുന്നേ നിന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ സൈക്കിളിന്റെ ഫ്രണ്ടില് ടേപ്പ് റിക്കോർഡർ പുള്ളിക്കാരൻ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട് അത് ഓണാക്കിട്ട് നടക്കുക. സ്റ്റിൽ ഇപ്പോഴും മുരളിയേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം മുരളിയേട്ടൻ വരുന്നേറ്റ് മുന്നേ 50 മീറ്റർ മുന്നേ പാട്ട് കേൾക്കും. അതാണ് എന്റെ അപ്പ അങ്ങനെ തമിഴ് പാട്ടുകൾ. അതും വീട്ടിലൊക്കെ കോമഡി വെച്ച് ഇപ്പോഴത്തെ TV വെച്ചിട്ടുണ്ടാവും, ടിവിയില് പാട്ട് പോകുന്നുണ്ടാവും, അടുക്കളയിൽ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടാവും, അതിൽ പാട്ട് പോകുന്നുണ്ടാവും, ഫോൺ ഉണ്ടാവും, ഫോണിലൊരു പാട്ട് പോകുന്നുണ്ടാവും. അതായത് 3 ഏരിയകളിലേക്ക് ഇങ്ങനെ നടക്കുമല്ലേ പുള്ളിക്കാരൻ. ഇവിടെ നിന്ന് ഈ പാട്ട് കേൾക്കും, അത് ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അവിടെ മുമ്പ് ആ പാട്ട് കേൾക്കും, ടീമിയുടെ അടുത്ത് മുമ്പ് ആ പാട്ട് കേൾക്കും. ചേച്ചി ഒരു പ്രത്യേകതരം ജീവിതം, അതിന്റെ വീട്ടിൽ മാത്രം കാണാൻ പറ്റുന്ന ജീവിതം. പക്ഷെ അത് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്കാരന്റെ സംഗീതത്തോടുള്ള ആക്രാന്തം ഉണ്ടല്ലോ, അതാണ് എനിക്ക് കിട്ടിയേക്കണത്. നല്ല ആക്രാന്തമാണ്. വേറെ എന്തൊക്കെയാണ് ആക്രാന്തം ഉള്ളത്? വേറെ എനിക്ക് എന്തിനോടാണ് ആക്രാന്തം ഉള്ളത്? സംഗീതം ഓക്കെ, സമാധാനത്തിനോട് ഭയങ്കര ആക്രാന്തമാണ്. പക്ഷെ അത് കിട്ടാൻ ഭയങ്കര പൊന്നു മോനെ ആക്രാന്തം വിട്, അത് വന്നു വരണം, അത് ഇങ്ങോട്ട് വരണം. നമ്മളതിനെ തേടി പോയിട്ട് നടക്കൂല. അത് വരുമ്പോ അതങ്ങട് കൈ ഇങ്ങനെ ഇരിക്കുക. അതാണ് അതിന് പറ്റുള്ളൂ. അതെ, ദാറ്റ് ഈസ് ദ തിങ് അബൌട്ട് പീസ്. പീസ് നടക്കണമെങ്കിൽ കുറെ അധികം സാധനം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അങ്ങനെ ഈ കോസ്റ്റ് എന്തെങ്കിലും ഡിഡ് യു ഹാവ് ടു ഗിവ് അപ്പ് തിങ്സ്? ഈ ഒരു ഇപ്പം പണ്ടത്തെ ഒരു ജീവിതവും ഇന്നത്തെ ജീവിതവും നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസസ് വേടന് നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഞാൻ സാക്രിഫൈസ്. Why? കാരണം if you grow you lose friends. Explain.
വൈ എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്സിന്റെ സെലക്ഷനിലാണോ? ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോ എനിക്ക് ഒരു സമയത്ത് എനിക്ക് ലൈക്ക് ഉള്ള കൂട്ടുകെട്ടല്ല ഇപ്പോഴുള്ളത്. അതിനിപ്പോ ഭയങ്കര എളുപ്പമായിട്ട് എങ്ങനെ പറയാ, അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വിഷമാവോ എന്നുള്ള ഒരു സാധനം. ലൈക്ക് അതിന് ഇംഗ്ലീഷിലൊരു കോട്ട് ഇഫ് യു വാണ്ട് ടു ഫ്ലൈ യു ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ഈഗിൾസ് നോട്ട് വിത്ത് ഡക്സ്. അങ്ങനത്തെ ഒരു സാധനമില്ല. നമ്മൾ വളരണമെങ്കിൽ ആ ചിന്താഗതിയുള്ള ആൾക്കാരുടെ കൂടെ നിന്നാൽ മാത്രമേ നമ്മൾ വളരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ താഴേക്ക്. ഇറ്റ്സ് എ ഫാക്ട്. It's a sad fact. അതാണ് അതിന്റെ സാധനം. അത് നമ്മളെ ഞാനും അങ്ങനെ ആലോചിക്കുക. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കള്, എനിക്ക് ഇപ്പോഴും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ചേച്ചി. എന്റെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് 1000 വീട് എനിക്ക് എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന വീടുകളുണ്ട്. ബിഫോർ വേടൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആവണേറ്റ് മുന്നേ. അപ്പൊ ഇപ്പൊ കൂടുതൽ സന്തോഷമാണ് അതിന്. അപ്പൊ അത് ഭയങ്കര, ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. But you ആദ്യം പറഞ്ഞല്ലോ, you said you're happy. Yes, I'm happy. Is there anything you would change ഇപ്പോഴത്തെ ജീവിതത്തിൽ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ? ഉണ്ട്, കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ട് ചേച്ചി. കുറെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റാനുണ്ട്. ബിഹേവിയറൽ പേഴ്സണൽ ബിഹേവിയർ കുറച്ച് മാറ്റാനുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് 31 വയസ്സായി. 30 വയസ്സിലൊക്കെ ഒരു ആള് ജീവിതം പഠിച്ചു വരുന്നുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി ബോയ്സ്. തീർച്ചയായും ആണ്. അപ്പൊ അത് അതിന് ഞാൻ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്രയല്ലേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി പഠിക്കുന്നേ എന്നുള്ളൊരു സാധനത്തിൽ ഞാൻ നിൽക്കണം. പക്ഷെ ഐ എം ഗുഡ് ചേച്ചി. ഗുഡ്. ഇനി സംഗീത ലോകത്ത് വിസിറ്റിംഗ് ഇൻ ദ ഗ്രീൻ റൂം റൈറ്റ് നൗ, തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? മുന്നോട്ട് നോക്കുമ്പോൾ എന്താണ് ആഗ്രഹം? ഞാൻ ഇതുവരെ കടന്നു വന്ന എല്ലാത്തിനും, ലൈക്ക് എനിക്കുണ്ടായ എല്ലാ സന്തോഷങ്ങൾക്കും സ്ട്രഗിൾസുകൾക്കും ഒക്കെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എനിക്കുണ്ടായ പെയിനുകളാണ് എന്നെ ഇപ്പോഴത്തെ ഒരാളായിട്ട് മോൾഡ് ചെയ്താക്കണത്. നൗ ഐ എം സ്ട്രോങ് എ ലിറ്റിൽ ബിറ്റ്. ഞാൻ എന്താണ് പറയാ, പാസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഐ എം ഗുഡ്. ഭാവിയില് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കറുപ്പ് റെക്കോർഡ്സ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്ക് കലാകാരന്മാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ഹിപ്പ് ഹോപ്പില് എൻ്റെ ഒരു കൈയും കൂടിയുണ്ട്. എൻ്റെ ഒരു കൈയുണ്ട്, എല്ലാവരുടെ കൈയും ഉള്ളതുപോലെ എൻ്റെ കൈയോടെ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. കൂടെയുള്ള സർക്കിളിനെ പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റണം. So you've taken on the role of a responsible individual. പക്ഷെ അത് നമ്മളതിനുണ്ടല്ലോ കൂടുതൽ നല്ല ജോലി എടുക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ കാരണം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ടെന്നുള്ള ഫീലിങ്സ് ഉണ്ടല്ലോ. അത് നമുക്കൊരു ഗോഡ് ഫാദർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ റെഡി ആയി അല്ലേ? ഞാൻ ലൈക്ക് I'm ready to do anything for that. You're ready to do anything for that? Yes. And I'm sure you will. Okay, I hope that എന്താ പറയാ, you feel like a little brother. അത് മാത്രമല്ല, I like people who are എന്താ പറയാ, കുറച്ച് എന്താ പറയാ, എനിക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടമാണ്. We are all പ്രശ്നക്കാർ. We are all black sheep. So ആ black sheep ഒരു എന്താ പറയാ, ഈ ലോകത്തൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ, മാറ്റത്തിന്റെ കാരണമെങ്കിലും മാറ്റത്തിന്റെ മണിയാവാൻ പറ്റിയാൽ, ഇഫ് യു ക്യാൻ ബി എ സ്മോൾ എന്താ പറയാ ബ്രീസ് ഇൻ ദ റെവല്യൂഷൻ, ബി ഇറ്റ്. സോ ഫ്ലൈ ഹൈ. ഇതൊരു ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ്സും അങ്ങനത്തെ റെക്കഗ്നിഷനും ഒക്കെ വന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ വരാതിരിക്കും, അതൊക്കെ ലൈഫാണ്. പക്ഷെ ഇത് തുടങ്ങിയ ആ ഒരു കാരണമുണ്ടല്ലോ, I'm sure that is what will take you forward to the end of your life. And ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇരിക്കാം. ഞാൻ എവിടെയും പോവില്ല. എനിക്ക് 60 വയസ്സാകുമ്പോഴും ചേച്ചി അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇരുന്ന് നമുക്ക് വീണ്ടും ഒന്ന് ചർച്ച ചെയ്യാം. പിന്നെ ഇത് ഇന്ന് നടന്ന ചർച്ചയെ കുറിച്ച് നമുക്ക് അന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ഐ വിഷ് യു ദ ബെസ്റ്റ്. ഇതൊരു ഷോന്റെ ലാസ്റ്റ്. അന്ന് ഞാൻ കാർട്ടിയർ ടാങ്ക് വെച്ചിട്ട് അന്ന് അപ്പം നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും. അത് നമുക്ക് അത്രയും ദൂരം ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. നിന്റെ കാട്ടി ടാങ്ക് വാങ്ങിക്കുമ്പോ നീ വിളിക്കാം, കിട്ടിയിട്ടുണ്ട് സാധനം, അപ്പൊ തന്നെ വിളിച്ച് നമ്മള് അത് നടക്കട്ടെ. കാട്ടിയ ടാങ്ക് മാത്രമല്ല, ലൈക്ക് ഒരു ബ്രീസ് ആവേണ്ട, ഒരു കൊടുങ്കാറ്റായി തന്നെ റെവല്യൂഷനിൽ നീ മുന്നോട്ട് പോകട്ടെ. ഐ വിഷ് യു ദി ബെസ്റ്റ്. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. ഒരു ചോദ്യം നിനക്ക് എന്നോട് ചോദിക്കാം, ബിക്കോസ് ഇത്രയും നേരം ഞാൻ ചോദിച്ചു how are you so strong? കൊള്ളാലോ. I am strong because life made me strong. Nobody's born strong. Strength is created by the life that you live and the people that you live with and
the things that are thrown at you, you know, അപ്പം automatically ആ layers form ആവും. It's about layers, right? Yes. ഉള്ളില് ആള് താങ്ക് യു ഫോർ എക്സിസ്റ്റിംഗ്. ഒരുപാട് ഇപ്പൊ ഞാൻ എൻ്റെ ഫിയാൻസയുടെ അടുത്ത് വേണ്ടിയിട്ടാണ് വരുന്നത്. ഉം. ഒരുപാട് സ്ത്രീകളെ ചേച്ചി ഇൻഡയറക്ട്ലി ലൈക്ക് ദേ വാണ്ട് ടു ബിക്കേം രജനി ഹരിദാസ് ചേച്ചി. ഒരുപാട് കുട്ടികൾക്ക് രജനി ഹരിദാസ് ആവണം. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം ഒരുപാട് പേർക്ക്. ചേച്ചി ലൈക്ക് യു ആർ എൻ ഇൻസ്പിറേഷൻ ചേച്ചി. Thank you so much. Savai. Can Thank you you. just sing? I don't know the lyrics. പെരിയാറിൻ അരുമകളല്ലേ, കാൽ തൊടും മണ്ണല്ല മലിനമല്ലേ, അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതെല്ലാം പുകപടലമല്ലേ. ഇത് വേറെ രീതിയിൽ പാടിയാണ്. ആ പാട്ട് പല രീതിയിൽ പാടാം. ഓരോ രീതിയിൽ പാടാം. പക്ഷേ ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ പാടിയത്. Perfect. Thank you so much. Hug അവള് halfway through cut ചെയ്തു. Okay. I can't keep up.